ഹലോ, എല്ലാവർക്കും ക്രിസ്പർ ലേണിംഗിന്റെ മറ്റൊരു ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് PYQ ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 2023 ഫിസിക്സ് സെക്ഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 2024 ഫിസിക്സ് നോക്കി. നമ്മൾ കണ്ടു റിലേറ്റീവ്ലി ടഫ് പേപ്പർ ആയിരുന്നു. സാധാരണ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, അതുപോലെ തന്നെ റൊട്ടേഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല അതൊക്കെ മറ്റ് ചാപ്റ്ററായിട്ട് കണക്ട് ചെയ്തും ചോദിച്ചിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 പേപ്പറാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റിലേറ്റീവ്ലി വളരെ സിമ്പിൾ ആയ ഒരു പേപ്പറാണ് നമുക്ക് 2023 വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലൂടെയും പോവാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന എപ്പോഴും പറയുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയി വരുന്ന സമയമാണ്, എക്സാം അടുക്കുന്ന സമയമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, കോൺസെപ്റ്റ്സ് തറവാക്കുക. ഏതെങ്കിലും കോൺസെപ്റ്റ്സ് മിസ്സിംഗ് ആണെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തോന്നിയാൽ അത് പോയി റീവിസിറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലൂടെയും പോവാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ വായിക്കണം, എങ്ങനെ ഒരു ഫോർമുലയിൽ നിന്ന് എങ്ങനെ ഉത്തരത്തിലെത്തണമെന്നല്ല, മറിച്ച് ഒരുപാട് ഫോർമുലയിൽ നിന്ന് ഏത് കോൺസെപ്റ്റ് കൃത്യമായി ഉപയോഗിക്കണം, ഫോർമുല ഉപയോഗിക്കണോ എന്നൊക്കെയുള്ള ചോദ്യം സ്വയം ചോദിച്ചുകൊണ്ട് ആദ്യം ഒന്ന് അറ്റംപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സൊല്യൂഷൻ നോക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1D മോഷനിൽ നിന്നുള്ള ചോദ്യമാണ്. A ball is thrown vertically upwards with an initial speed u from a height h above the ground. So ഇതാണ് ഗ്രൗണ്ട് എങ്കിൽ ഇത് ഗ്രൗണ്ട്. ഇവിടെ നിന്നൊരു ഹൈറ്റ് എച്ചിൽ നിന്ന് എന്ത് സംഭവിക്കുകയാണ്? ഒരു ബോൾ നമ്മൾ ഒരു യു വെലോസിറ്റിയിൽ മുകളിലേക്ക് എറിയുകയാണ്. സോ യു വെലോസിറ്റിയിലേക്ക് മുകളിലേക്ക് എറിയുന്നു. ദ ബോൾ ഇവൻച്വലി ഹിറ്റ്സ് ദ ഗ്രൗണ്ട് വിത്ത് സ്പീഡ്. അപ്പൊ ഇതെന്ത് പറ്റും? ഇത് മുകളിലേക്ക് പോകും. ഇവിടെ ഒരു പോയിന്റിൽ ഇത് റെസ്റ്റിൽ വരും. സോ ഇവിടെ എന്ത് പറ്റും? ഇത് റെസ്റ്റിൽ വരും. കാരണം അതിന്റെ ഗ്രാവിറ്റി അതിനെ ഡീസലറേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഇത് താഴേക്ക് വീഴും. താഴേക്ക് വീഴുമ്പോൾ വെലോസിറ്റി കൂടി പോകും. ഗ്രാവിറ്റി അതിനെ ആക്സലറേറ്റ് ചെയ്യും. ഇവിടെ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയാ? വി ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി വി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആന്ന് പറഞ്ഞിട്ടുണ്ട്. എയർ റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ. വാട്ട് ഇസ് ദ ആവറേജ് സ്പീഡ്? സോ ആവറേജ് സ്പീഡ് ആണ് ചോദിച്ചേക്കുന്നത്, ആവറേജ് വെലോസിറ്റി അല്ല. ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കണം അല്ലേ? നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസും ടോട്ടൽ ടൈം വേണം. ഇനി അതിനുവേണ്ടി ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ അണ്ടറിലുള്ള മോഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആക്സലറേറ്റഡ് മോഷനാണ്. കോൺസ്റ്റന്റ് ആക്സലറേഷൻ അണ്ടറിലുള്ള മോഷനാണ്. സോ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആയാൽ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. സോ ആ സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് അല്ലെങ്കിൽ എൻഡിങ് അറ്റ് റെസ്റ്റ്. നമ്മൾ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആക്സലറേറ്റ് ചെയ്ത് കോൺസ്റ്റന്റ് ആക്സലറേഷനിൽ പോകുന്നതിനും അല്ലെങ്കിൽ റെസ്റ്റിൽ വന്ന് അവസാനിക്കുന്നതിനും ഒരു ഇക്വേഷൻ ഉണ്ട്. ടോട്ടൽ ഡിസ്റ്റൻസിനും ടോട്ടൽ ടൈമിനും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഫൈനൽ നമുക്ക് വി എന്ന് എടുക്കാം. ഫസ്റ്റ് കേസാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടൈം കണ്ടുപിടിക്കാൻ v is equal to u plus 80 ഉപയോഗിച്ചാൽ പോരെ. സോ v is equal to u plus 80. u 0 ആണ്. സോ v is equal to 0 plus 80. സോ ടൈം കിട്ടി. ടോട്ടൽ ടൈം കിട്ടി എന്താണ്? v by a. ടോട്ടൽ ടൈം v by a ആണ്. ഇനി ഡിസ്പ്ലേസ്മെന്റും വേണ്ടേ? ടോട്ടൽ ഡിസ്റ്റൻസോടെ നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. s is equal to ut plus half at square ആണ്. പക്ഷെ u ഇവിടെ 0 ആണ്. സോ ദിസ് ജസ്റ്റ് ബിക്കംസ് ഹാഫ് at square. അല്ല, ഈ ഇക്വേഷൻ വേണ്ട. നമുക്ക് ടി ഓൾറെഡി കണ്ടുപിടിച്ചു. എന്നാലും നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ v square minus u square equal to 2as ഉപയോഗിക്കും. സോ v ആണ്, 0 ആണ്, ഇത് 0 ആണ്. മൈനസ് 0 ഈക്വൽ ടു 2as. അപ്പൊ എസ് കിട്ടിയ എന്താണ്? v square by 2a. ഇതായിരിക്കും ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസിൽ നമുക്ക് അതേപടി നോക്കാം. ഇതെന്താണ്? എൻഡിങ് അറ്റ് റെസ്റ്റ് ആണ്. സോ ഇനീഷ്യലി ഒരു u ഉണ്ട്, ഫൈനലി എന്താണ്? 0 ആണ്. സോ സെയിം v ഈക്വൽ ടു u plus 80 ഉപയോഗിക്കാം. 0 ഈക്വൽ ടു u plus 80. നോക്കുക, ഒരു ഇനീഷ്യൽ വെലോസിറ്റി u ഉണ്ട്, അത് പിന്നെ ഫൈനലി 0 വരണമെങ്കിൽ അവിടെ ഡീസിലറേഷൻ ആണ് ഉപയോഗിക്കുന്നത്. സോ ഞാൻ ആക്സിലറേഷനെ മൈനസ് എന്ന് എഴുതും, കാരണം അത് ഡീസിലറേഷൻ ആയിട്ട് തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി എന്ന് ആലോചിച്ചാൽ മതി. ടി എന്തായി? u by a ആയി. നോക്കുക, രണ്ട് ഇക്വേഷനും സെയിം ഫോർമാറ്റിലാണ് കിടക്കുന്നത്, v by a അല്ലെങ്കിൽ u by a. സോ ഇറ്റ് ഡസന്റ് മാറ്റർ മച്ച്. ഇനി v square minus u square equal to 2as ഇവിടെ അപ്ലൈ ചെയ്താൽ v square minus u square v 0 ആണ്. 0 minus u square is equal to ഡീസലറേഷൻ ആയിട്ട് തന്നെ -2s എന്ന് എഴുതും. അപ്പൊ s എന്ത് കിട്ടി?
യു സ്ക്വയർ ബൈ 2a. അപ്പം സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റോ എൻഡിങ് ഫ്രം റെസ്റ്റോ ആണെങ്കിൽ ടൈം എന്ന് പറഞ്ഞാൽ യു ബൈ എ ആയിരിക്കും, അല്ലെങ്കിൽ വി ബൈ എ ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ ബൈ 2a ആയിരിക്കും. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. പ്രത്യേകിച്ച് ഇതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഗ്രാവിറ്റിയുടെ അണ്ടറിലുള്ള മോഷനിൽ നിന്നാണ്. സോ നമുക്ക് ഇവിടെ അപ്പം നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്ന്. സോ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നോക്കിയേ, ഈ പോർഷൻ, ഈ ജേർണി എന്ന് പറഞ്ഞാൽ എൻഡിങ് അറ്റ് റെസ്റ്റ് ആണ്. യുവിൽ തുടങ്ങി എൻഡിങ് അറ്റ് റെസ്റ്റ് ആണ്. അപ്പൊ ടൈം എന്തായി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ച് യു ബൈ എ. ഡിസ്പ്ലേസ്മെന്റ് എന്തായി? ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും സെയിം ആയിരിക്കും, കാരണം തിരിയുന്നൊന്നുമില്ല, ഒരേ ഡയറക്ഷനിൽ പോകുന്നത്. സോ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ ബൈ 2a. നോക്കി, ടി ഈക്വൽ യു ബൈ യു സ്ക്വയർ ബൈ 2a. ഇവിടെ എന്താണ്? റെസ്റ്റ് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് ആണ്, വിയിൽ പോയി അവസാനിക്കുകയാണ്. അപ്പൊ ടൈം എന്തായി? വി ബൈ എ. ഓ വെയിറ്റ്, ഇവിടെ എ എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി അല്ലേ, അപ്പം എ എന്ന് പറഞ്ഞാൽ ഇവിടെ ജി ആയിരിക്കും. അപ്പൊ നമുക്ക് ജി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടേക്കാം. ടൈം വി ബൈ ജി ആയി. എസ് എന്തായി? വി സ്ക്വയർ ബൈ 2g ആയി. ഓക്കെ, അപ്പൊ നമുക്ക് മൊത്തം ദൂരം കിട്ടി, മൊത്തം എടുത്ത ടൈമും കിട്ടി. ഇനി ഞാൻ തൽക്കാലം ഇവിടുന്ന് കുറച്ചൊന്ന് മായ്ച്ചിട്ട് എഴുതാമേ. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയായി? ടോട്ടൽ ഡിസ്റ്റൻസ് യു സ്ക്വയർ ബൈ 2g പ്ലസ് വി സ്ക്വയർ ബൈ 2g ആയി. ടോട്ടൽ ടൈം എന്തായി? യു ബൈ ജി പ്ലസ് വി ബൈ ജി ആയി. നോക്കുക, ആവറേജ് വെലോസിറ്റി ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എടുക്കണം. പക്ഷെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കണം, കാരണം ചോദിച്ചേക്കുന്നതാണ് ആവറേജ് സ്പീഡ് ആയതുകൊണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? സോ ഇതിനെ എനിക്ക് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ബൈ 2g ടൈംസ് യു പ്ലസ് വി ടൈംസ് ജി എന്ന് എഴുതാം അല്ലേ? ജി ക്യാൻസൽ ചെയ്താൽ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ടൈംസ് യു പ്ലസ് വി എന്ന് കിട്ടും. സോ ഇതാണ് ആവറേജ് സ്പീഡ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 1D എന്നുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഇത് മിക്കവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും. ഈ ഇക്വേഷൻ അറിയുന്നവർക്ക് പെട്ടെന്ന് ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് മൂവ് ചെയ്താലോ? ക്വസ്റ്റൻ നമ്പർ 2. 2 cubes A and B of same dimension ആണ്, are made of different materials with densities rho A and rho B. Cube A floats in water with a fraction eta of its volume immersed. When cube B is placed on top of cube A, it is found that cube B is just entirely immersed while cube B is entirely above the surface. What is ratio rho B by rho A? നമുക്ക് രണ്ട് കേസും വരയ്ക്കാം. സോ കേസ് 1 എന്ന് പറഞ്ഞാൽ റോ എ മാത്രമേ, എ എന്ന് പറയുന്ന ബോഡി മാത്രമേ ഉള്ളൂ. അത് വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. ഇത് വാട്ടർ ആണ്. അപ്പം എത്ര ഇമ്മേഴ്സ് ആയി? ഈറ്റ വോളിയം മാത്രമേ ഇൻവേഴ്സ് ആയിട്ട്, ഈറ്റ ഫ്രാക്ഷൻ ഓഫ് ഇറ്റ്സ് വോളിയം മാത്രമേ ഇമ്മേഴ്സ്ഡ് ആയിട്ടുള്ളൂ. സോ ഇവിടെ എത്ര വോളിയമാണ് ഇൻവേഴ്സ്ഡ് ആയിരിക്കുന്നത്? ഈറ്റ വി ആണ്. ഇനി ഇത് എ ആണ്. ഇനി കേസ് 2 നോക്കിയാലോ? കേസ് 2 നോക്കിയാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എയുടെ മോളിൽ കൊണ്ട് ബീനെ വെച്ചേക്കുകയാണ്. ഇത് എ ആണ്, ഇത് ബി ആണ്. എയുടെ മോളിൽ കൊണ്ട് ബീനെ വെച്ചപ്പോൾ എന്ത് പറ്റി? കൃത്യം എ കവർ ചെയ്യുന്ന രീതിയിൽ വെള്ളം വന്നു, ബി വെള്ളത്തിന് മുകളിൽ നിൽക്കുകയാണ്. ഇതാണ് രണ്ട് കേസ്. സോ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ 2024 പേപ്പറിലും കണ്ടിരുന്നു. സോ സിമിലർലി സോൾവ് ചെയ്യാം. സോ ഇവിടെ ജസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. താഴേക്കുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്, വിച്ച് ഇസ് MAG. മുകളിലേക്കുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബോയൻ ഫോഴ്സ് ആണ്. സോ നമുക്ക് MAG ബോയൻ ഫോഴ്സ് നമുക്കറിയാം, ഞാൻ പറഞ്ഞിരുന്നു വി റോ ജി ആണ്. പക്ഷെ വി എന്തിന്റെ എടുക്കണം? ബോഡിയുടെ എടുക്കണം. റോ എന്തിന്റെ എടുക്കണം? ലിക്വിഡിന്റെ എടുക്കണം. റോ വാട്ടറും വിയും. സോ ജി ക്യാൻസൽ ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, മൊത്തം വോളിയം ഇൻവേഴ്സ്ഡ് ആവുന്നുണ്ടോ? ഇല്ല. എത്രയും ഇൻവേഴ്സ്ഡ് ആവുന്നുള്ളൂ? അതിന്റെ ഈറ്റ ഫ്രാക്ഷൻ. സോ ഈറ്റ വി എന്ന് പറഞ്ഞാൽ വോളിയം ഇൻവേഴ്സ്ഡ് ആണ്. ബോയൻ ഫോഴ്സ് എഴുതുമ്പോൾ വി എന്ന് പറഞ്ഞാൽ വോളിയം ഇൻവേഴ്സ്ഡ് ആണ്, മറക്കരുത്. സോ ജി ക്യാൻസൽ ആയി. ഞാൻ വി എനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന MA/VA എന്ന് പറയുന്നത് റോ W ഈറ്റ എന്ന് കിട്ടും. അല്ലെങ്കിൽ MA/VA എന്ന് പറഞ്ഞാൽ എന്താ? റോ എ ആണ്. സോ റോ A/ഈറ്റ എന്താണ്? റോ W ആണ്. ഈ ഇക്വേഷൻ നമ്മുടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കി കണ്ടുപിടിക്കാം. ഇനി രണ്ടാമത്തെ കേസ് എടുത്താലോ? രണ്ടാമത്തെ കേസിലെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ താഴേക്ക് ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 2 മാസ് ഉണ്ട്, അതിന്റെ രണ്ടിന്റെയും വെയിറ്റ് കാണും. സോ MA + MB × G ആണ്. മുകളിലേക്കുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബോയൻ ഫോഴ്സ് ആണ്. ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വോളിയം ഇമ്മേഴ്സ്ഡ്. ഇപ്പം എ മാത്രമേ ഇമ്മേഴ്സ്ഡ് ആയിട്ടുള്ളൂ. സോ വോളിയം ഓഫ് എ റോ വാട്ടർ ജി. ഇനിയും ഇതും ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ എഗെയിൻ ഇത് ഈക്വൽ ആയിരിക്കണം. MA + MB ടൈംസ് G is VA ടൈംസ് റോ W G.
ഇനി ഞാൻ വി എ രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യാണ്. സോ എം എ പ്ലസ് ബൈ വി എ പ്ലസ് എം ബി ബൈ വി എ ഞാൻ എഴുതും. പക്ഷേ നമുക്ക് ക്വസ്റ്റിന് സെയിം ഡയമെൻഷൻ ആണ് തന്നിട്ടുണ്ട്. സെയിം ഡയമെൻഷൻ ആണെങ്കിൽ വോളിയം സെയിം ആയിരിക്കും. സോ വി എയും വി ബിയും ഈക്വൽ ആണ്. വി എയും വി ബിയും ഈക്വൽ ആണ്. സോ എനിക്ക് വി എക്ക് വരെ ഇവിടെ വി ബി എന്ന് എഴുതാം. ജി ജി ക്യാൻസൽ ആയി പോവും. സോ ദാറ്റ് ജസ്റ്റ് ബിക്കംസ് റോ ഡബ്ല്യു. ഇനി റോ ഡബ്ല്യു എന്താ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് റോ എ ബൈ ഈറ്റയാണ്. ഇനി എം എ ബൈ വി എ എന്താവും? റോ എ ആവും. എം ബി ബൈ വി ബി എന്താവും? റോ ബി ആവും. ദിസ് ഇസ് ഈക്വൽ ടു റോ എ ബൈ ഈറ്റ. നമുക്ക് റോ ബി അപ്പൊ കണ്ടുപിടിക്കാം. റോ ബി ഇസ് റോ എ ടൈംസ് 1 ബൈ ഈറ്റ മൈനസ് 1 എന്ന് വരും. അല്ലെങ്കിൽ എന്ത് കിട്ടും? റോ എ ടൈംസ് 1 മൈനസ് ഈറ്റ ബൈ ഈറ്റ എന്ന് കിട്ടും. അപ്പൊ റോ ബി ബൈ റോ എ എന്തായി? സോറി, റോ ബി ബൈ റോ എ എന്തായി? ബൈ റോ എ 1 മൈനസ് ഈറ്റ ബൈ ഈറ്റ എന്ന് വരും. സോ റോ ബി ബൈ റോ എ അല്ലേ ചോദിച്ചേക്കുന്നത്? അതെ. സോ 1 മൈനസ് ഈറ്റ ബൈ ഈറ്റ, ഓപ്ഷൻ എ ഇസ് എ കറക്റ്റ് ആൻസർ. കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് ചെയ്യാവുന്ന ക്വസ്റ്റൻ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ടഫ് ഇല്ല. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? ക്വസ്റ്റൻ നമ്പർ 3. An object is placed in front of a convex lens. A real inverted image of double its size is formed. റിയൽ ഇൻവേർട്ടർ ആണ്, ഡബിൾ ഇറ്റ് സൈസ് ആണ്. സോ സൈസിനെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് മാഗ്നിഫിക്കേഷൻ എഴുതിയേക്കാം. മാഗ്നിഫിക്കേഷൻ 2 ആണ് മാഗ്നിറ്റ്യൂഡ്. റിയൽ ആൻഡ് ഇൻവേർട്ടർ ആയതുകൊണ്ട് -2 എന്ന് വരും. ഓക്കെ. When the object is moved closer to the lens by a distance d, the image shifts away by a distance 8d. അതായത് യുവിനെ നിങ്ങൾ എന്തായിട്ട് ചേഞ്ച് ചെയ്യുന്നു? u പ്ലസ് ഡി ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ d എന്താവും? v പ്ലസ് 8d ആവും എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നിഫിക്കേഷൻ ഇൻ ദ ഫൈനൽ സെറ്റപ്പ്? സോ നമുക്ക് വിയും യു ആയിട്ട് എല്ലാം കണക്ട് ചെയ്യണം. സോ നമുക്ക് മാഗ്നിഫിക്കേഷൻ ഫസ്റ്റ് കേസ് തന്നിട്ടുണ്ട്. അതായത് മാഗ്നിഫിക്കേഷൻ വി ബൈ യു ആണെന്ന് എല്ലാവർക്കും അറിയാലോ. മാഗ്നിഫിക്കേഷൻ വി ബൈ യു ആണ്. പിന്നെ ലെൻസ് ആണെങ്കിൽ ലെൻസ് ഫോർമുല എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 1 ബൈ വി മൈനസ് 1 ബൈ യു ഈക്വൽ ടു 1 ബൈ എഫ്. ഈ രണ്ട് ഫോർമുല വെച്ചാണ് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടത്. ഇത് മറന്നുപോയവർ പഠിച്ചു വെക്കുക. ഓക്കെ. സോ വി ബൈ യു നമുക്ക് എന്ത് കിട്ടി? -2 എന്ന് കിട്ടി. സോ വി ഇസ് ഈക്വൽ ടു -2u. നമുക്ക് അതിലേക്ക് വരാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വിയും യുവും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുള്ളൂ, ലെൻസ് ഫോർമുലയാണ്. അപ്പൊ നമുക്ക് ലെൻസ് ഫോർമുല ഇട്ട് കൊടുക്കാം. 1 ബൈ വി പ്ലസ് 8d മൈനസ് 1 ബൈ യു പ്ലസ് ഡി എന്ന് പറയുന്നത് 1 ബൈ എഫ് ആയിരിക്കും. ഇനി നമുക്ക് എഫ് അറിയില്ല, പക്ഷെ നമുക്ക് ഫസ്റ്റ് കേസ് അറിയാം. അത് 1 ബൈ വിയും 1 ബൈ യു ആണ്. സോ ദിസ് ഷുഡ് ബി ഈക്വൽ ടു 1 ബൈ വി മൈനസ് 1 ബൈ യു. ഇത് ഫസ്റ്റ് കേസിൽ നിന്നാണ് ഞാൻ എഴുതുന്നത്, കേസ് 1. ഇത് ഞാൻ എവിടെ നിന്നാണ് എഴുതുന്നത്? സെക്കൻഡ് കേസിൽ നിന്നാണ് എഴുതുന്നത്. സോ നമുക്ക് എഫിനെ എലിമിനേറ്റ് ചെയ്ത് വിയും യുവും വെച്ച് വർക്ക് ചെയ്യാം. ഞാൻ വി ടേംസിനെ എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരികയാണ്, യുവിനെ എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരികയാണ്. ഓക്കെ, സോൾവ് ചെയ്താലോ? സോ ഇതെന്ത് വരും? വി മൈനസ് 8d ഡിവൈഡഡ് ബൈ വി ടൈംസ് വി പ്ലസ് 8d എന്തായി? യു മൈനസ് ഡി ഡിവൈഡഡ് ബൈ യു ടൈംസ് യു പ്ലസ് ഡി എന്നായി. യു ക്യാൻസലായി, വി ക്യാൻസലായി, ഒരു 2 മൈനസും ഡിയും ക്യാൻസലായി പോയാൽ എന്ത് വരും? 8 ബൈ വി ടൈംസ് വി പ്ലസ് 8d ഇസ് ഈക്വൽ ടു 1 ബൈ യു ഇൻറ്റു യു പ്ലസ് ഡി. ഇനി ചോദ്യം എന്താ ചോദിച്ചേക്കുന്നത്? നമ്മുടെ കുറച്ച് നമുക്ക് തന്ന ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ പ്രോസസ് ചെയ്ത് ഇക്വേഷൻസിന്റെ ടേംസ് എഴുതി. മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നിഫിക്കേഷൻ ഇൻ ഫൈനൽ സെറ്റപ്പ് ആയി ചോദിച്ചേക്കുന്നത്. ഫൈനലി മാഗ്നിഫിക്കേഷൻ എന്താ? വി ഫൈനൽ ബൈ യു ഫൈനൽ ആണല്ലോ. സോ ഫൈനലി മാഗ്നിഫിക്കേഷൻ എന്താ? ഫൈനലി മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫൈനലി വി എന്തായി? വി പ്ലസ് 8d ആയി ഡിവൈഡഡ് ബൈ യു പ്ലസ് ഡി ആയി. സോ നമുക്ക് വി പ്ലസ് 8d ബൈ യു പ്ലസ് ഡി ഈ ഇക്വേഷനിൽ നിന്ന് എടുക്കാമല്ലോ. സോ ഈ ഇക്വേഷനിൽ നിന്ന് വി പ്ലസ് 8d ബൈ യു പ്ലസ് ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 ടൈംസ് യു ബൈ വി ആയിരിക്കും. സോ ദിസ് ഇസ് 8 ടൈംസ് യു ബൈ വി. ഇനി യു എന്തായിരുന്നു? വി എന്ന് പറഞ്ഞാൽ -2u ആയിരുന്നു. സോ വി എന്ന് പറഞ്ഞാൽ -2u ആയിരുന്നു. സോ ദിസ് ഇസ് -2 നമ്മൾ കണ്ടുപിടിച്ചാണ്. സോ ദിസ് ബിക്കംസ് -4. നമ്മളോട് മാഗ്നിറ്റ്യൂഡേ ചോദിച്ചിട്ടുള്ളൂ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞപ്പോൾ ഫൈനലി മാഗ്നിഫിക്കേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായി? 4 ആയി. സോ ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. വലിയ തരക്കേടില്ലാത്തൊരു ക്വസ്റ്റൻ ആയിരുന്നു, അധികം പാടില്ല. സോ ക്വസ്റ്റ്യൻ 4 ഡോപ്ലർ എഫക്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. The frequency of whistle of a train moving with a constant speed
സ്പീഡ് എത്രയാണ് തന്നിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, സ്പീഡ് നമുക്ക് വി ട്രെയിൻ എന്നങ്ങ് എടുത്തേക്കാം. വി ട്രെയിൻ. അപ്പൊ ഒരു ട്രെയിൻ ഉണ്ട്, that is moving with v train. Stationary observed by a stationary detector on a platform. So ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഒരു ഡിറ്റക്ടർ ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു മനുഷ്യനെ വരയ്ക്കാം. ഇവിടെ ഒരു ഡിറ്റക്ടർ ഉണ്ട്, സ്റ്റേഷനറി ആണ്, സോ വെലോസിറ്റി ഒന്നുമില്ല. ദിസ് ന്യൂ വൺ ഇവിടുന്ന് ഓക്കെ നമുക്ക് ഇതിന്റെ ഒറിജിനൽ ഫ്രീക്വൻസി, ഇതിൽ നിന്ന് ഒരു സൗണ്ട് വേവ് പോകുന്നുണ്ടല്ലോ, ഒരു വിസിൽ പോകുന്നുണ്ടല്ലോ, നമുക്ക് അതിന്റെ ഒറിജിനൽ ഫ്രീക്വൻസി ന്യൂ എന്ന് എടുക്കാം. ഇവിടെ കിട്ടുന്ന ഫ്രീക്വൻസി ന്യൂ 1 ആണ്. ഇനി എന്താ പറയുന്നത്, മറ്റൊരു ട്രെയിൻ പറയുന്നുണ്ട്, ഒരു ട്രെയിൻ 2, the frequency of the same whistle detected to be ന്യൂ 2 inside another train moving on a parallel track. So 1D ആണ്, ഒരു ഡിമെൻഷനിൽ നോക്കിയാൽ മതി, on a parallel track at a speed v towards the first train. So ഇത് ഇങ്ങോട്ട് വരികയാണ് with a speed v. ഓക്കെ, അത് വിയിൽ വരികയാണ്. ഇത് ഡിറ്റക്ട് ചെയ്യുന്ന ഫ്രീക്വൻസി ന്യൂ 2 ആണ്. സോ നമുക്ക് ന്യൂ വി ബൈ വി സൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്, വി ബൈ വി സൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡോപ്ലർ എഫക്റ്റിന്റെ ഫോർമുല അറിയണം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഡോപ്ലർ എഫക്റ്റിന്റെ ഫോർമുല അറിയണം. ഡോപ്ലർ എഫക്റ്റിന്റെ ഫോർമുല എന്താ, ന്യൂ ഒബ്സർവ്ഡ് ഇസ് ഈക്വൽ ടു ന്യൂ ടൈംസ് വി പ്ലസ് മൈനസ് വി ഡി ഡിവൈഡഡ് ബൈ വി പ്ലസ് മൈനസ് വി എസ് എന്നാണ്, അല്ലെങ്കിൽ മൈനസ് ഓർ പ്ലസ് വി എസ് എന്നാണ്, പ്ലസ് മൈനസ് വി എസ് എന്നാണ്. ഓക്കെ, ഇത് ഓർത്തിരിക്കുക, ഇത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഈ ഡോപ്ലർ എഫക്റ്റിന്റെ ഫോർമുല വെറുതെ ഇങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. സോ ട്രെയിൻ 1നും ട്രെയിൻ 2നും കൂടെ, അതായത് ട്രെയിൻസിന് വേണ്ടി നമ്മൾ ഡോപ്ലർ എഫക്റ്റിന്റെ ഫോർമുല അപ്ലൈ ചെയ്താൽ ന്യൂ ഒബ്സർവ്ഡ് എന്ന് പറഞ്ഞാൽ ന്യൂ 2 ആണ്, ഇനീഷ്യലി എമിറ്റ് ചെയ്യുന്നത് ന്യൂ ആണ്, ടൈംസ് വി എന്ന് പറഞ്ഞാൽ വി സൗണ്ട് ആണ്, വി ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ ഡിറ്റക്ടറിന്റെ വെലോസിറ്റി പ്ലസ് മൈനസ് വി ആണ്, പക്ഷെ ഇത് അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്ലസ് വി എന്ന് എടുക്കുക. സോ ഡിവൈഡഡ് ബൈ വി സൗണ്ട്, അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ടാണ് മോൾ ന്യൂമറേറ്റർ പ്ലസ് ആവും, ഡിനോമിനേറ്റർ മൈനസ് ആവും അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ. സോ വി സൗണ്ട് മൈനസ് സോഴ്സിന്റെ ഇത് വി ട്രെയിൻ എന്ന് എടുക്കാം, വി ട്രെയിൻ ആണ്. അപ്പൊ നമുക്ക് ന്യൂ 2 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ്, അതായത് ഡിറ്റക്ടറിനും സ്റ്റേഷനറി ഡിറ്റക്ടറിന്റെ കേസിൽ എടുത്താലോ, സ്റ്റേഷനറി ഡിറ്റക്ടറിന്റെ കേസിൽ എഴുതിയാൽ ന്യൂ 1 എന്തായി, ന്യൂ ടൈംസ് വി സൗണ്ട്, ഡിറ്റക്ടർ റെസ്റ്റിലാണ്, സോ വി ഡി 0 ആണ്, ആ ടേം ഇല്ല, ഡിവൈഡഡ് ബൈ വി സൗണ്ട് മൈനസ് വി ട്രെയിൻ, ട്രെയിൻ ഡിറ്റക്ടറിനെ അപ്രോച്ച് ചെയ്യണം, ട്രെയിൻ എന്ന് കിട്ടി. സോ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം, നമുക്ക് ഇതിൽ നിന്ന് വി ട്രെയിൻ കണ്ടുപിടിക്കാമല്ലോ, വി ട്രെയിൻ കണ്ടുപിടിക്കാം. സോ അല്ലെങ്കിൽ വി സൗണ്ട് മൈനസ് വി ട്രെയിൻ എന്ത് വരും, ന്യൂ വി സൗണ്ട് ബൈ ന്യൂ 1 എന്ന് വരും, ന്യൂ വി സൗണ്ട് ബൈ ന്യൂ 1 എന്ന് വരും. അത് നമുക്ക് ഇങ്ങോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലോ, ഇതെന്ത് പറ്റി, ന്യൂ ടൈംസ് വി സൗണ്ട് പ്ലസ് വി എന്തായി, വി സൗണ്ട് മൈനസ് വി ട്രെയിൻ എന്താ, ന്യൂ വി സൗണ്ട് ഡിവൈഡഡ് ബൈ ന്യൂ 1 ആണ്. സോ ന്യൂ ക്യാൻസൽ ആയി, ഇത് ന്യൂ 2 ആയി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ന്യൂ 2നെ ഇങ്ങോട്ട്, ന്യൂ 1നെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ന്യൂ 2 ബൈ ന്യൂ 1 എന്തായി, വി സൗണ്ടിനെ ഞാൻ രണ്ട് ടേംസിനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, വി ബൈ വി സൗണ്ട് എന്ന് വരും, വി സൗണ്ട് ബൈ വി സൗണ്ട് 1 ആവും, പ്ലസ് വി ബൈ വി സൗണ്ട്. അപ്പൊ വി ബൈ വി സൗണ്ട് എന്തായി, വി ബൈ വി സൗണ്ട് ഇസ് ഈക്വൽ ടു ന്യൂ 2 ബൈ ന്യൂ 1 മൈനസ് 1 വിച്ച് ഇസ് ന്യൂ 2 ബൈ ന്യൂ 1 ബൈ ന്യൂ 1. ഇതാണ് ചോദിച്ചിരുന്നത്. സോ വി ബൈ വി സൗണ്ട് എന്തായി, ന്യൂ 2 മൈനസ് ന്യൂ 1 ബൈ ന്യൂ 1. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ 5, കറന്റ് ഐ ഫ്ലോസ് ത്രൂ എ സിലിണ്ടറിക്കൽ കേബിൾ ഓഫ് ലെങ്ത് എൽ. കറന്റ് ഇലക്ട്രിസിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു സിലിണ്ടറിക്കൽ കേബിൾ ഉണ്ട് ഓഫ് ലെങ്ത് എൽ ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ എ. ഇതിലൂടെ എന്ത് പാസ് ചെയ്യുന്നുണ്ട്, ഒരു കറന്റ് ഐ പാസ് ചെയ്യുന്നുണ്ട്.
എല്ലായിടത്തും യൂണിഫോം ക്രോസ് സെക്ഷൻ ഏരിയ ആണ്, എ ആണ്. പവർ ഡിസിപ്പേറ്റഡ് ഡ്യൂ ടു കറന്റ് P1. സോ നമുക്ക് P1 എഴുതിയേക്കാം. P1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കറന്റ് ആണുള്ളത്, പിന്നെ ലെങ്ത് ഏരിയ ഡയമെൻഷൻസ് വന്നിട്ടുണ്ട്. സോ റെസിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്യാം. സോ വോൾട്ടേജിനെ പറ്റി പറയുന്നേ ഇല്ല. സോ നമുക്ക് I² R എന്ന് എഴുതാം. ഇനി R എന്ന് വെച്ചാൽ എന്താണ്? I² റോ L/A ആണ്. നിങ്ങൾക്ക് ഇത് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ്. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്, റോ L/A. ഓക്കെ, അടുത്തത് ദ കേബിൾ ഇസ് കട്ട് ഇൻ ടു 2 ഈക്വൽ ഹാഫ്. സോ നമ്മൾ കേബിളിനെ കട്ട് ചെയ്യുകയാണ് രണ്ടായിട്ട്. സോ ഇതൊരു L/2, ഇതൊരു L/2. ദ ക്രോസ് സെക്ഷണൽ ഏരിയ ആൻഡ് കറന്റ് ഫ്ലോയിങ് ത്രൂ ദ 2 ഹാഫ്സ് റിമെയിൻ അൺചേഞ്ച്. സോ ഇവിടെ ഏരിയ എ തന്നെയാണ്, കറന്റ് I ആണ്, സെയിം ഇവിടെ. ആൻഡ് ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ഈച്ച് ഹാഫ് ഇസ് P2. സോ ഒരു ഹാഫിൽ ഡിസിപ്പേറ്റ് ചെയ്ത പവർ ആ P2. അപ്പൊ ഇവിടുത്തെ പവർ ഒരു ഹാഫിൽ നോക്കിയാൽ മതി നിങ്ങൾ P2 എഴുതാൻ, ഒരു ഹാഫ് മറന്നു കളഞ്ഞേക്ക്. സോ ദിസ് വിൽ ബി I² റോ, ലെങ്ത് എന്താണ്? L/2 ആണ്, എ സെയിം ആയിട്ട് തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഇസ് I² റോ L/A ടൈംസ് ഒരു 1/2 വരും. ഇനി I² റോ L/A ഇവിടുന്ന് എന്താ? ദാറ്റ് ഇസ് ജസ്റ്റ് P1. സോ ഇത് P1/2 ആയിരിക്കും. P2 ഈക്വൽസ് P1/2. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. വെരി ഈസി ക്വസ്റ്റൻ ആയിരുന്നു. കറന്റ് ഇലക്ട്രിസിറ്റി എന്ന് ഒന്നുമില്ലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് മൂവ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6. A particle A with charge Q and a particle B with charge 2Q are fixed at positions RA and RB. സോ ഇവിടെ ഒരു RA എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇതിരിക്കുന്നത്, ഇതൊരു RB എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഫോഴ്സ് ഓൺ A ഡ്യൂ ടു B is FBA. ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട് FBA. B ഡ്യൂ ടു A is FAB. സോ 2Q FAB. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഇസ് കറക്റ്റ്? FABയും FBAയും തമ്മിലുള്ള ബന്ധമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയിക്കോട്ടെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിക്കോട്ടെ, they all obey Newton's third law. തേർഡ് ലോ എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. FAB വിൽ ബി ഈക്വൽ ടു FBA. ഡയറക്ഷൻ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. FAB ഇസ് ഈക്വൽ ടു മൈനസ് FBA. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓപ്ഷനെ ഒന്നുമില്ല, കണ്ടു, ഉത്തരം മാർക്ക് ചെയ്തു, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 7. മാഗ്നറ്റിക് ഫ്ലക്സ് തന്നിട്ടുണ്ട് നമുക്ക്. 5B of t is equal to 5 naught cos omega t. At what time is the magnitude of the induced EMF maximum? So induced EMF നമുക്ക് കണ്ടുപിടിക്കണം. induced EMF എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ലെൻസ് ലോയും ഫാരഡേസ് ലോയും ഉപയോഗിച്ച് -d∅b/dt ആണ്. സോ ഇവിടെ എന്ത് വരും? -5 naught sin omega t. പിന്നെ കോസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു മൈനസോടെ വന്നത് പ്ലസ് ആവും. പിന്നെ അതിനകത്ത് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് ഒമേഗ. മാഗ്നറ്റിക് ഫ്ലക്സിനെ, ഇവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സിനെ വെറുതെ ഡിഫറൻഷിയേറ്റ് ചെയ്തതേ ഉള്ളൂ. സോ ഇതെന്ത് വന്നു? 5 naught omega sin omega t. നമ്മളോട് എപ്പോഴാണ് ചോദിച്ചേക്കുന്നത്? ഇൻഡ്യൂസ്ഡ് EMF ഈ എപ്സൈലൺ മാക്സിമം ആണ്. 5 naught omega ഒക്കെ കോൺസ്റ്റൻസ് ആണ്. എപ്സൈലൺ മാക്സിമം ആണെങ്കിൽ sin omega t മാക്സിമം ആണ്. sin x ന്റെ മാക്സിമം വാല്യൂ എന്താ? sin x ന്റെ മാക്സിമം വാല്യൂ 1 ആണ്. സോ sin omega t 1 ആണെങ്കിൽ omega t എന്താവണം? 0 തൊട്ട് പൈ വരെയാണ് പോകുന്നത്. സോ omega t എന്താവണം? π/2 ആണ്. കാരണം നമുക്ക് സൈൻ അറിയാം. സൈൻ 0 തൊട്ട് പൈ വരെ എങ്ങനെയാ ഇരിക്കുന്നത്? ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് മാക്സിമം എവിടെ അറ്റൈൻ ചെയ്യും? π/2 1 അറ്റൈൻ ചെയ്യും. സോ t എന്തായി? π/2 ഒമേഗയായി. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ. ഇൻഡ്യൂസ്ഡ് EMF മാക്സിമം ആണ് π/2 ഒമേഗ. അഗെയിൻ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ജസ്റ്റ് എ ഡിഫറൻഷിയേഷൻ, വേറെ ഒന്നുമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 8. Intrinsic electron and hole concentration of a silicon based intrinsic semiconductor are Ne0 and NH0. silicon based intrinsic ആണ്. സോ എക്സ്റ്റേണൽ ഡോപ്പിംഗ് ഒന്നുമില്ല. സിലിക്കൺ ആണ്, വാലൻസി 4 ആണ്, എല്ലാം ഇൻട്രിൻസിക് ആണ്, ഒന്നും ഡോപ്പിംഗ് ഒന്നുമില്ല. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഡോപ്പ് ചെയ്യാണ്. എന്ത് വെച്ചാണ്? ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി, അതായത് വാലൻസി 3 ഉള്ള ഒരു ഇമ്പ്യൂരിറ്റി വെച്ച് ഡ്രോപ്പ് ചെയ്യാണ്. നിങ്ങൾ P ടൈപ്പ് N ടൈപ്പ് ഒന്നും അല്ലെങ്കിൽ ഇത് P ടൈപ്പ് ഡോപ്പിംഗ് ഒക്കെ ആകും. പക്ഷെ നിങ്ങൾ ഇത്ര ആലോചിക്കും, നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച കെമിസ്ട്രി ആലോചിക്കും. ട്രൈവാലന്റ് എന്ന് പറഞ്ഞാൽ മൂന്നിലിരിക്കുകയാണ്. എത്ര ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ, ഒരു ഇലക്ട്രോണൂടെ കിട്ടിയാൽ
ഒരു ഇലക്ട്രോണോട് അതിന് കിട്ടിയാൽ അത് സ്റ്റേബിൾ ആവും, ലൈക്ക് ഹാഫ് സ്റ്റേബിൾ ആവും, ഫുള്ളി സ്റ്റേബിൾ ആയാലും ഹാഫ് സ്റ്റേബിൾ ആവും. അപ്പം ഒരു ഇലക്ട്രോണിനൂടെ മേടിച്ച് ഒരു ബോണ്ട് കൂടെ ഉണ്ടാക്കാനേ അത് ശ്രമിക്കൂ. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു ഇലക്ട്രോണിനെ മേടിച്ച് ഒരു ബോണ്ട് ഉണ്ടാക്കാൻ നോക്കും. അപ്പം നിങ്ങൾ ഈ സിലിക്കൺ ബേസ്ഡ് ഇതിലേക്ക് ഇടുമ്പോൾ അതിൽ ഫ്രീ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യും? ഇത് ഓരോ ഇലക്ട്രോണിനെ വീതം ഇങ്ങ് മേടിക്കും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യും? ഹോള് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ തന്നെയാണ് പി ടൈപ്പ് ഡോപ്പിംഗ് നടക്കുന്നത്. സോ പി ടൈപ്പ് ഡോപ്പിംഗ് നടക്കുമ്പോൾ ഇലക്ട്രോൺസിനെ മേടിക്കും, മൊത്തം ഹോൾസ് ക്രിയേറ്റ് ചെയ്യും. സോ ഹോൾസിന്റെ എണ്ണം എന്ത് പറ്റും? ഹോൾസിന്റെ നമ്പർ ഓഫ് ഹോൾസ് ഇൻക്രീസ് ചെയ്യും. അതായത് NH വിൽ ബി ഗ്രേറ്റർ ദാൻ NH0 എന്ന് വരും. സോ ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, കോൺസെപ്റ്റ്സ് മാത്രമേ ഉള്ളൂ, കാൽക്കുലേഷൻസോ ഒന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയണേ? ഓക്കെ, വെലോസിറ്റി തന്നിട്ടുണ്ട്, വാട്ട് ഇസ് എ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇന്റഗ്രൽ v/t/dt ആണ്. സോ നമുക്ക് ചുമ്മാ വെലോസിറ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ടൈം 0 തൊട്ട് t വരെ ഉള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതൊരു പീസ് വൈസ് ഫംഗ്ഷൻ ആയിട്ടാണ് തന്നേക്കുന്നത്, പീസ് വൈസ് ഫംഗ്ഷൻ ആണ്. സോ നമുക്ക് ഇന്റഗ്രലിനെ പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്യാം. സോ ആദ്യം ഇന്റഗ്രൽ 0 to t/3 വരെ പോവുകയാണ്, വിച്ച് ഇസ് ആൽഫ t dt. പിന്നെ t/3 തൊട്ട് 2t/3 വരെ പോവുകയാണ്, 2t/3 വരെ പോവാണ്, ആൽഫ ക്യാപിറ്റൽ t/3 dt. നോക്കുക, ഇപ്പൊ ഒരു വെലോസിറ്റി ഒരു കോൺസ്റ്റന്റ് ആണ്, വേരിയേഷൻ ഇല്ല. പിന്നെ 2t/3 തൊട്ട് t വരെ ആൽഫ ഓഫ് ക്യാപിറ്റൽ t മൈനസ് സ്മോൾ t dt എന്ന് പറയും. ഇനി ചുമ്മാ ഇന്റഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് ടേം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൽഫ t²/2 എന്ന് വരുന്നു, ലിമിറ്റ് t/3 തൊട്ട് 0 വരെ. അടുത്ത ഒരു കോൺസ്റ്റന്റ് ആണ് ആൽഫ t/3 എന്ന് പറയുന്നത്. പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു t വരും, dt ഇന്റഗ്രൽ. സോ അത് 2t/3 തൊട്ട് t/3 വരെ. അടുത്തതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പം ഫസ്റ്റ് ടേം ആൽഫ ടി ഒരു കോൺസ്റ്റന്റ് ആണ്, dt നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t മാത്രം വരും. രണ്ടാമത്തത് മൈനസ് ആൽഫ ടി വരും, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൽഫ t²/2 എന്ന് വരും. വളരെ സിമ്പിൾ ഇന്റഗ്രേഷൻ ആണ്. നമ്മൾ പ്ലസ് ടുവിൽ ഇതൊക്കെ, സോറി ടി ആണ്, പ്ലസ് ടുവിൽ പഠിക്കുന്ന ഇന്റഗ്രൽസ് വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ ഈസി ഇന്റഗ്രൽ ആണ്, ഒന്നും ചെയ്യാനില്ല. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ആൽഫ/2 ഇത് t²/9 എന്ന് വരും, പ്ലസ് ഇത് ആൽഫ t/3, 2t/3 മൈനസ് t/3 t/3 എന്ന് തന്നെ വരും, പ്ലസ് ഇത് ആൽഫ ടി ഇട്ട് കൊടുക്കുമ്പോൾ t² മൈനസ് ആൽഫ t²/2. ഇനി 2t/3 ഇട്ട് കൊടുക്കുമ്പോൾ മൈനസ് ആൽഫ t ടൈംസ് 2t/3 പ്ലസ്, കാരണം ലോവർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, പ്ലസ് ആൽഫ/2 2t/3 സ്ക്വയർ, അതായത് 4t²/9 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സോ ഇത് ആൽഫ t²/18 എന്ന് വരും, പ്ലസ് ആൽഫ t²/9 പ്ലസ് ആൽഫ t² മൈനസ് ആൽഫ t²/2, എനിക്കൊരു ആൽഫ t²/2 എന്ന് കിട്ടും, മൈനസ് 2 ആൽഫ t²/3 ഇവിടെ ഉണ്ട്, പ്ലസ് ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്, ഇത് വെട്ടി എനിക്ക് 2 കിട്ടും. സോ ദാറ്റ് വിൽ ഗീവ് മീ 2 ആൽഫ t²/9. എല്ലാത്തിന്റെ എൽസിയം, ഡിനോമിനേറ്ററിന്റെ എല്ലാത്തിന്റെ എൽസിയം 18 അല്ലേ? സോ 18 എൽസിയം ആക്കി നിർത്തുക, ബാക്കി കാൽക്കുലേറ്റ് ചെയ്യുക. ആൽഫ t² പ്ലസ് 2 ആൽഫ t² പ്ലസ് 2 ടൈംസ് 9 ആണ്, സോ 9 ആൽഫ t² മൈനസ് 3 ടൈംസ് 6 ആണ്, സോ 12 ആൽഫ t² പ്ലസ് 4 ആൽഫ t². ഒന്നുമില്ല, വെറുതെ ചെയ്യാവുന്നേ ഉള്ളൂ. LCM എടുക്കുക, വളരെ ഈസിയാണ്. വെറുതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഇന്റഗ്രൽ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ. 2 ആൽഫ 13 വരും, 3 വരും, 3 പ്ലസ് 9 12 വരും, 12 ക്യാൻസൽ ആവും. സോ ഇതും ഇതുകൂടെ ക്യാൻസൽ ആയിപ്പോവും. സോ ബാക്കി വരിക 4 ആൽഫ t²/18 ആണ്. ഒരു 2 വെച്ച് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ എന്ത് പറ്റും? 2 ആൽഫ t²/9 എന്ന് വരും. ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കിയേ. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 2 ആൽഫ t²/9, ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ. ഒന്നുമില്ല, വെറുതെ രണ്ട് ഇന്റഗ്രൽ ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളായിരുന്നു ഈ ക്വസ്റ്റ്യനിൽ. സോ നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ 10ലേക്ക് മൂവ് ചെയ്താലോ? സോ ക്വസ്റ്റ്യൻ 10ലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഒരു പടമൊക്കെ ഉണ്ട്. 2 fixed point particles each of charge q are separated by a distance 2l. പടം വരച്ച് തന്നിട്ടുണ്ട് അവര്. Another point charge q plus q of mass m is oscillating about its equilibrium position as indicated in the figure below. ടൈം പീരീഡ് തന്നിട്ടുണ്ട്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2π 3/2 ആൽഫ √m/q. എപ്സിലോൺ നോട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഇസ് ഡയമെൻഷനലി കറക്റ്റ് എക്സ്പാൻഷൻ ഫോർ ആൽഫ. ഒരുപാട് വലിയൊരു പാരഗ്രാഫ് വന്നപ്പോൾ നമ്മൾ ഒരുപാട് പേടിച്ചു, നമുക്ക് എന്തൊക്കെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന്. ഒന്നുമില്ല, വെറുതെ എന്ത് ചെയ്താൽ മതി, ഒരു ഡയമെൻഷൻ അനാലിസിസ് മാത്രം ചെയ്താൽ മതി. സോ ആൽഫയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
അത് ടിയുടെ ഡയമെൻഷൻ ക്യൂയുടെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ റൂട്ട് എമ്മിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. ഇനി ടിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അത് ടൈമാണ്. സോ ടൈമാണ്. ചാർജിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് എന്ന് പറഞ്ഞാൽ കറന്റ് ഇൻറ്റു ടൈമാണ്. സോ എ ടി ആണ്. എമ്മിന്റെ ഡയമെൻഷൻ എന്താ? എമ്മിന്റെ ഡയമെൻഷൻ മാസിന്റെ ഡയമെൻഷൻ എം ആണ്, പക്ഷെ റൂട്ട് ഉണ്ട്. സോ എം ടു ദി പവർ 1/2. സോ നമുക്ക് ആൽഫയുടെ ഡയമെൻഷൻ കിട്ടി എം ടു ദി പവർ -1/2 ടി സ്ക്വയർ എ പവർ 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്തിന്റെ ഡയമെൻഷനോട് അറിയണം? എപ്സിലോൺ നോട്ടിന്റെ ഡയമെൻഷനോട് അറിഞ്ഞിട്ട് എപ്സിലോൺ നോട്ടും എല്ലും വെച്ച് കണക്ട് ചെയ്താൽ മതി. സോ എപ്സിലോൺ നോട്ടിന്റെ ഡയമെൻഷൻ അറിയാം. എപ്സിലോൺ നോട്ട് ഉള്ള ഒരു ഇക്വേഷനെ നമുക്ക് അറിയത്തുള്ളൂ. എഫ് ഇസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ നോട്ട് ക്യൂ സ്ക്വയർ ബൈ ആർ സ്ക്വയർ നമുക്കറിയാം. ഇനി ഇതങ്ങ് ഉപയോഗിച്ചോ. എപ്സിലോൺ നോട്ട് അപ്പോൾ എപ്സിലോൺ നോട്ടിന്റെ ഡയമെൻഷൻ അപ്പോൾ എന്ത് വരും? ക്യൂ സ്ക്വയറിന്റെ ഡയമെൻഷൻ ഡിവൈഡ്, പലർക്കും എപ്സിലോൺ നോട്ടിന്റെ ഡയമെൻഷൻ കാണാതെ അറിയാവുന്നവരൊക്കെ കാണും, അവർ ഡയറക്റ്റ് ഉത്തരം എഴുതിക്കൊള്ളുക. ക്യൂ സ്ക്വയർ എന്ന് പറയുമ്പം എ സ്ക്വയർ ടി സ്ക്വയർ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷനാണ്. സോ എം എൽ ടി ടു ദി പവർ -2. ഇവിടെ എന്ത് വരും? ഒരു എൽ സ്ക്വയർ വരും. സോ ഇത് മൊത്തം എഴുതിയാൽ എന്ത് പറ്റും? എം ടു ദി പവർ -1 എ സ്ക്വയർ ടി ടു ദി പവർ 4 എൽ ക്യൂബ് എന്ന് വരും അല്ലേ? പക്ഷെ ഇനി നിങ്ങൾ നോക്കിയേ, ഇതിൽ പിന്നെ ഉള്ളത് ഒരു എല്ലൂടെ ഉള്ളൂ. എല്ലിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എല്ല് മാത്രമാണ്. എല്ലിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എല്ല് മാത്രമാണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? മാസ് എന്ന് പറയുന്ന ആൽഫയില് നോക്കുക, ആൽഫയിൽ മാസിന്റെ ഒരു ഫാക്ടർ ഉണ്ട്. എല്ലിൽ നിന്ന് എന്തായാലും ഈ എല്ലിൽ നിന്ന് ഒരിക്കലും മാസിന്റെ ഒരു ഡയമെൻഷൻ വരില്ല. അത് എന്തിൽ നിന്ന് തന്നെ വരണം? എപ്സിലോൺ നോട്ടിൽ നിന്ന് തന്നെ വരണം. അപ്പൊ നിങ്ങൾ ഈ എപ്സിലോൺ നോട്ടിന്റെ ഡയമെൻഷനിൽ നിന്ന് എം ടു ദി പവർ -1/2 വരണമെങ്കിൽ നിങ്ങൾ എപ്സിലോൺ നോട്ടിനെ എന്തായാലും ഹാഫ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് എം ടു ദി പവർ -1/2 കിട്ടും. കാരണം എല്ലിൽ നിന്ന് ഒരിക്കലും വരില്ല, എപ്സിലോൺ നോട്ടിൽ നിന്ന് വരൂ. ഇതെന്താ? അപ്പം എം ടു ദി പവർ -1/2 എ ടി സ്ക്വയർ എൽ ടു ദി പവർ 3/2 എന്ന് വരും. എ ടു ദി പവർ 1 വന്നു, ടി സ്ക്വയർ വന്നു, ഇതെല്ലാം വന്നു കൃത്യമായിട്ട്. സോ ഇതെന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് ആൽഫ എൽ ടു ദി പവർ 3/2 ആണ്. ഇനി എൽ ടു ദി പവർ 3/2നെ കളയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു എൽ ടു ദി പവർ -3/2 വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദിസ് ജസ്റ്റ് ബിക്കംസ് ഡയമെൻഷൻ ഓഫ് ആൽഫ എൽ ടു ദി പവർ 3/2 -3/2 വിച്ച് ഇസ് ഡയമെൻഷൻ ഓഫ് ആൽഫ. സോ ഡയമെൻഷനലി കൺസിസ്റ്റന്റ് ആകുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയേ? എപ്സിലോൺ നോട്ട് ടു ദി പവർ 1/2 എൽ ടു ദി പവർ 3/2 എന്നുള്ള ഈ ഓപ്ഷനാണ് ഡയമെൻഷനലി കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നത്. ഓ വെയിറ്റ്, എനിക്കൊരു സൈൻ മിസ്സായി. ഇവിടെ ഒരു മൈനസ് വരണം, കാരണം ഇത് ഡിനോമിനേറ്റർ അല്ലേ. സോ ഇതും ഒരു മൈനസ് ആയിരിക്കും, ഇതും ഒരു മൈനസ് ആയിരിക്കും. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് പ്ലസ് ആക്കി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇത് മൈനസ് ആയിരിക്കും. സോ എൽ ടു എപ്സിലോൺ നോട്ട് ടു ദി പവർ 1/2 എൽ ടു ദി പവർ 3/2. സോ ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. ഡയമെൻഷണൽ അനാലിസിസ് എന്നുള്ള ക്വസ്റ്റൻ ആണ്. ഒരുപാട് ചിന്തിച്ച് ചെയ്യാനുള്ളതൊന്നും ഇല്ല. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഫിഗർ ഒന്ന് സൂം ചെയ്യാം. നമുക്ക് ഇതിലെ കറൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് നമുക്ക് കണ്ടിട്ട് വീസ്റ്റൺ ബ്രിഡ്ജ് ഒക്കെ പോലെ തോന്നും, പക്ഷെ ഒരുപാട് എക്സ്ട്രാ കണക്ഷൻസ് ഉണ്ട്. സോ നമുക്കിത് എക്സ്പ്ലിസിറ്റ്ലി സോൾവ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് അകത്തേക്ക് ഒരു കറന്റ് I കൊടുക്കാം. അത് ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ആവും. നോക്കുക, ഇത് കംപ്ലീറ്റ്ലി സിമെട്രിക് ആണ്. ഇതിന്റെ മുകളിലത്തെ പാർട്ടും താഴത്തെ പാർട്ടും കംപ്ലീറ്റ്ലി സിമെട്രിക് ആയതുകൊണ്ട് തന്നെ മുകളിലേക്കും താഴേക്കും പോകുന്ന കറന്റ് സെയിം ആയിരിക്കും. ഇത് I1 ആയിരിക്കും. ഇതിലേക്ക് ഒരു I2 കറന്റ് പോകാൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇവിടെ എത്തുമ്പോൾ താഴേക്ക് എത്ര കറന്റ് പോകും? I3 പോവും. ഇവിടെയും I1 എത്തിക്കഴിഞ്ഞാൽ സിമെട്രി ആണ്, കംപ്ലീറ്റ്ലി സിമെട്രിക് ആണ്. വിത്ത് റെസ്പെക്ട് ടു ഈ ഹൊറിസോണ്ടൽ ആക്സിസ് ഇത് കംപ്ലീറ്റ്ലി സിമെട്രിക് ആണ്. സോ കറന്റിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല, എല്ലാം സെയിം ആയതുകൊണ്ട് തന്നെ. സോ ഇങ്ങോട്ട് എത്തുന്ന എന്താണ്? ഇങ്ങോട്ട് ഒരു I2 എത്തും, രണ്ട് സൈഡിൽ നിന്നും I3 വരും. അപ്പൊ ഇങ്ങോട്ട് എന്ത് പോകും? I2 + 2I3 പോകും. ഓക്കെ, ഇനി ഇങ്ങോട്ട് എന്താ പോകാൻ പോകുന്നത്? ഇങ്ങോട്ട് എന്ത് വന്നു? I1 വന്നു, അതിൽ നിന്ന് I3 പോയി. സോ ഇങ്ങോട്ട് ബാക്കി നമുക്ക് കാണുക I1 - I3 ആയിരിക്കും. സിമിലർലി ഇങ്ങോട്ട് നമുക്ക് ബാക്കി കാണുക I1 - I3 ആയിരിക്കും. ഇതെല്ലാം കൂടെ ടോട്ടൽ കറന്റ് I ആയിട്ട് പോകും. കാരണം എവിടെയും കറന്റ് കുറഞ്ഞു പോകാൻ പറ്റില്ല. അത് ഏത് ലോ ആണ്? കിർച്ചോഫ്സ് കറന്റ് ലോ ആണ്. സോ നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാം. സോ നമുക്ക് ഓരോന്നിന്റെ ഇക്വേഷൻ എഴുതിയാൽ I = 2I1
പ്ലസ് I2. ഫസ്റ്റ് ജംഗ്ഷനിൽ കറണ്ട് പോവുക, ഐ വരുന്നു, രണ്ട് I1 ആയിട്ട് പോകുന്നു, ഒരു I2 ആയിട്ട് പോകുന്നു. I is equal to 2I1 plus I2. ഇനി ഇവിടെ വന്നിരുന്നത് ഈ ജംഗ്ഷനിലൂടെ നമുക്ക് വേണമെങ്കിൽ കറണ്ട് ഉപയോഗിക്കാം, കാരണം ബാക്കിയുള്ള ജംഗ്ഷനെല്ലാം നമ്മൾ ചെയ്തതാണ്. സോ ആ ജംഗ്ഷനിൽ ഉപയോഗിച്ചാൽ I1 മൈനസ് I3 രണ്ട് സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്, ടൈംസ് 2 പ്ലസ് I2 പ്ലസ് 2I3 എന്തായി I ആണ്, വിച്ച് മീൻസ് 2I1 മൈനസ് 2I3 പ്ലസ് 2I3 ക്യാൻസൽ ആയപ്പോൾ I2 ഈക്വൽ ടു I. സോ സെയിം ഇക്വേഷൻ ആണ് വരുന്നത്. സോ എന്തായാലും കിർച്ചോഫ്സ് കറന്റ് ലോ ഈ ഇക്വേഷൻ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാം. ഇനി കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയും കൂടെ ഉപയോഗിച്ചാൽ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താം. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഉപയോഗിക്കാൻ ഞാൻ ആദ്യം ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യും. ഞാൻ ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ ലൂപ്പാണ്, നിങ്ങൾ ഇവിടെ കാണുന്ന ആ ലൂപ്പ്. ആ ലൂപ്പിലേക്ക് ഞാൻ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ എഴുതുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് ഞാൻ പോസിറ്റീവ് എന്ന് എടുക്കട്ടെ, ക്ലോക്ക് വൈസ് ഞാൻ പോസിറ്റീവ് എന്ന് എടുക്കാം. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കൺവെൻഷൻ എടുക്കാം കേട്ടോ. സോ ലൂപ്പ് 1 ഞാൻ എഴുതുകയാണ്. സോ ഇതിനെ ഞാൻ 1 എന്ന് വിളിച്ചാൽ ലൂപ്പ് 1 ഞാൻ എഴുതി എന്ത് കിട്ടും എനിക്ക്? ലൂപ്പ് 1 ഞാൻ എഴുതിയാൽ I1 R, I3 ക്ലോക്ക് വൈസിലാണ് പോകുന്നത്. സോ I3 2R എന്ന് കിട്ടും. പക്ഷെ I2 വേറെ ഡിറക്ഷനിലാണ് പോകുന്നത്. സോ മൈനസ് I2 R ഈക്വൽ ടു 0 എന്ന് എനിക്ക് കിട്ടും. സോ ജസ്റ്റ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. എല്ലാത്തിൻ്റെയും അക്രോസ് ഉള്ള വോൾട്ടേജസ് എടുക്കുക, അതിന് കൃത്യമായ ഒരു ഡയറക്ഷൻ ഫിക്സ് ചെയ്തെടുക്കുക എന്നുള്ളേ ഉള്ളൂ. R ക്യാൻസൽ ചെയ്താൽ I1 പ്ലസ് 2I3 എന്തായി? I2 ആയി. I1 പ്ലസ് 2I3 എന്തായി? I2 ആയി. ഇനി നമുക്ക് ഈ ലൂപ്പിൽ, ഈ രണ്ടാമത്തെ ലൂപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ? ക്ലോക്ക് വൈസ് നമ്മൾ പോസിറ്റീവ് എന്നെടുത്ത്. സോ I1 മൈനസ് I3 ടൈംസ് 3R. നമ്മൾ ഈ ഇക്വേഷൻ ഒരു റിഡൻഡന്റ് ഇക്വേഷൻ ആണ്. സോ നമുക്ക് ഇത് റബ്ബ് ചെയ്ത് കളയാം, കാരണം നമുക്ക് ഓൾറെഡി ആ ഇക്വേഷൻ ഞാൻ മറ്റേ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സോ അതെന്ന് പറഞ്ഞാൽ I1 മൈനസ് I3 ടൈംസ് 3R ആയി. സോ ഈ ലൂപ്പിൽ കൂടെ പോകുന്ന കറന്റ്, പിന്നെ ഈ 3Rലൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറന്റ് ഒഴുകുന്നത്. സോ മൈനസ് ഓഫ് I2 പ്ലസ് 2I3 ടൈംസ് 3R എന്ന് വരും. പിന്നെ ഈ ഡിറക്ഷനിലോട്ട് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് കറന്റ് ഒഴുകുന്നത്. സോ അത് മൈനസ് 2R I3 ഈക്വൽ ടു 0 എന്ന് വരും. സോ നിങ്ങൾ R ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3I1 മൈനസ് 3I3 മൈനസ് 3I2 മൈനസ് 6I3 മൈനസ് 2I3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഞാൻ വേറൊരു കളർ യൂസ് ചെയ്യാം ഇവിടെ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ സെലക്ട് ചെയ്ത് കുറച്ച് മാറ്റിയിരുത്താം, ഇതിങ്ങോട്ട് മാറ്റിയിരുത്താം. ഓക്കെ, അപ്പൊ ഇതെന്ത് കിട്ടി എനിക്ക്? 3I1 ഈക്വൽസ് 3I2 പിന്നെ 3I3 6I3 9I3 പ്ലസ് 11I3 എന്ന് കിട്ടും. 11I3 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? I1 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? I1 ഇവിടുന്ന് I2 മൈനസ് 2I3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അന്നേരം എന്ത് കിട്ടും? 3I2 മൈനസ് 6I3 ഈക്വൽ ടു 3I2 പ്ലസ് 11I3 എന്ന് വരും അല്ലേ? ഇവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ 3I2 ക്യാൻസൽ ആയി പോകും. സോ എന്ത് കിട്ടി? 0 is equal to 17I3 എന്ന് കിട്ടി. അതായത് I3 എന്തായി? 0 ആയി. I3 0 ആയെന്ന് പറഞ്ഞാൽ ഏത് ബ്രാഞ്ചിൽ കൂടെ ഒഴുകുന്ന കറന്റ് 0 ആയി? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് റബ്ബ് ചെയ്ത് കളയാണ്. ഈ ബ്രാഞ്ചിൽ കൂടെ ഒഴുകുന്ന കറന്റ് 0 ആയി പോയി. അതായത് ഇനി ആ ബ്രാഞ്ച് നിങ്ങൾ അവിടെ വെച്ചോ വെച്ചില്ലയോ അതിൽ കൂടെ കറന്റ് എന്തായാലും ഒഴുകുന്നില്ല. ലിറ്ററലി ഓപ്പൺ ആയിരിക്കുന്ന എഫക്റ്റ് ആണ്, ഒരു ഓപ്പൺ സർക്യൂട്ട് ആണ്. അത് കണക്ട് ചെയ്തില്ലയോ അതിൽ കൂടെ കറന്റ് ഒഴുകില്ല. സോ മിഡിൽ ബ്രാഞ്ചിൽ കൂടെ കറന്റ് ഒഴുകില്ല. അവിടെ റെസിസ്റ്റർ വെച്ചാലും ഇല്ലേലും ഒരു എഫക്റ്റും ഉണ്ടാകാൻ പോകുന്നില്ല. സോ എഫക്റ്റീവ് റെസിസ്റ്റൻസിൽ നിങ്ങൾ ആ നടുക്കത്തെ ബ്രാഞ്ച് കൺസിഡർ ചെയ്യേണ്ടത്. സോ ആ നടുക്കത്തെ ബ്രാഞ്ച് കൺസിഡർ ചെയ്തില്ലെങ്കിൽ ആ നെറ്റ്വർക്ക് എനിക്ക് എങ്ങനെ വരയ്ക്കാം? സോ ഇവിടെ ഇങ്ങനൊരിതുണ്ട്, ഇങ്ങനൊരിതുണ്ട്. നമുക്ക് വാല്യൂസ് എഴുതാം. എല്ലാം R3R ആണ്. R3R
R3R R3R. നമുക്ക് ഓരോ ബ്രാഞ്ചിലും ആറും 3Rഉം സീരീസിലായതുകൊണ്ട് വെറുതെ ആഡ് ചെയ്താൽ മതി. ഓരോ ബ്രാഞ്ചിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ഞാൻ എഴുതുന്നത്. സോ ഇത് 4R, ഇതും 4R, ഇതും 4R. n ഈക്വൽ റെസിസ്റ്റൻസ് പാരലലി കണക്ട് ചെയ്താൽ ടോട്ടൽ റെസിസ്റ്റൻസ് R/n ആയിരിക്കും. സോ 4R/3 ആണ് എന്ത് R എഫക്റ്റീവ്. സോ പാരലാണ്. സോ സീരീസിലാണ് ആഡ് ചെയ്യുക, പാരലാണ് 1/R is equal to 1/R1 plus 1/R2 ചെയ്യാം. പക്ഷെ ഇതെല്ലാം ഈക്വൽ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് നിങ്ങൾ n ഈക്വൽ റെസിസ്റ്റേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് R സീരീസിൽ കണക്ട് ചെയ്താൽ അതിന്റെ റെസിസ്റ്റൻസ് NR ആയിരിക്കും. പാരലലി കണക്ട് ചെയ്താൽ R/n ആയിരിക്കും. ഇതറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ 4R/3 ആണ് ഉത്തരം വരുന്നത്. 4R/3 is ഓപ്ഷൻ എ. കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റൻ ആയിരുന്നു, പക്ഷെ കുറച്ച് ചെയ്ത് കിട്ടേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. അത്ര പെട്ടെന്ന് കിട്ടില്ല, കുറച്ച് ചെയ്യാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ? ഓക്കെ, അപ്പൊ നമുക്ക് 12th ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഗ്രാവിറ്റേഷനിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്. 2 spherical bodies A and B, each of mass m and radius r, are located such that their centers are apart by a distance of 4r. So ഇത് 4r ആണ്. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര വരും? ഇത് 2r ആയിരിക്കും. സോ കാരണം റേഡിയസ് r ആയതുകൊണ്ട് an object C of mass m, ദാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, mass m is thrown from the surface of A directly towards the center of P with a speed v0 equals twice vmin. Vmin is the minimum speed needed for C to reach the surface of B. Given that G is the universal gravitational constant, how does the speed v of x change as a function of its distance x from center of A? അപ്പോൾ ഞാനതൊന്ന് എടുത്തു വരയ്ക്കാം. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സ്പിയർ ഉണ്ട്. ഇതാണ് നമ്മുടെ A സ്പിയർ. സോ നമുക്കൊരു ചെറിയ m എന്ന് പറയുന്ന ഒരു മാസ് ഉണ്ട്. ഈ എമ്മിന്റെ ഇതിൽ നിന്ന് സെന്ററിലേക്കുള്ള ഈ ദൂരമാണ് എക്സ്. സോ ഇത് ആദ്യം നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ നമ്മളൊരു v0 വെലോസിറ്റിയിലാണ് എമ്മിനെ വിടുന്നത്. സോ എക്സ് മാറുമ്പം ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ വെലോസിറ്റി മാറും. സോ എക്സ് ദൂരം കഴിഞ്ഞുള്ള അതിന്റെ വെലോസിറ്റി v of x ആണെങ്കിൽ നമ്മളോട് v of x എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ അതിന്റെ ഒരു ഫങ്ഷണൽ ഫോം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഈ വി മിൻ എന്ന് പറയുന്ന സാധനത്തിനെ ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം. കാരണം അത് അറിഞ്ഞാലേ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. കാരണം ഓപ്ഷൻസിലൊന്നും വി മിൻ ഇല്ല. അപ്പൊ വി മിൻ ഒന്ന് കണ്ടുപിടിക്കാം. വി മിൻ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിൽ 2 സ്പിയർ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു സ്പിയർ ഉണ്ട്, പിന്നെ ഒരു സ്പിയർ കൂടെ ഉണ്ട്. രണ്ടിന്റെ റേഡിയസ് സെയിം ആണ്. നോക്കുക, നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈൻ നിങ്ങൾ വരച്ചാൽ ഇവിടെ ഇതിന്റെ എക്സാക്ട് മിഡിൽ പോയിന്റിൽ, അതായത് ഇവിടെ എന്ന് പറയുമ്പം ഇതിന്റെ റേഡിയസ് 6 എന്ന് തന്നിട്ടുണ്ട്. മൊത്തം ഡിസ്റ്റൻസ് 4r ആണ്. അപ്പം ഈ ഡിസ്റ്റൻസ് ഇത് 6 ആയിരിക്കും, ഈ ഡിസ്റ്റൻസ് 6 ആയിരിക്കും. നിങ്ങൾ നോക്കുക, രണ്ടും ഐഡന്റിക്കൽ മാസസും ഐഡന്റിക്കൽ റേഡിയസും ആയിട്ട് തന്നെ അത് കൊടുക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഐഡന്റിക്കൽ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് അറിയാം എഫ് ഗ്രാവിറ്റേഷണൽ ഇസ് പ്രൊപ്പോർഷണൽ ടു 1/r². സോ ദൂരം കുറയുമ്പോൾ ഫോഴ്സ് കൂടും. സോ ഇവിടെ ഞാൻ ഈ ഇക്വി ഡിസ്റ്റന്റ് ആയിട്ട് തന്നെ ഈ പോയിന്റ് എടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തിന്റെ ഫോഴ്സ് ആയിരിക്കും? ഈ ഒരു റീജിയൻ 1ല് ഇത് എ എന്നും ഇതിനെ ബി എന്നും അല്ലേ വിളിച്ചേ, എഫ് എ ആണ് സ്ട്രോങ്. റീജിയൻ 2ല് എഫ് ബി ആണ് സ്ട്രോങ്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു മാസിനെ എടുക്കുന്നു, ഒരു മാസിനെ എടുത്ത് ഈ പോയിന്റിൽ വെച്ചാൽ, ഏതെങ്കിലും ഒരു മാസിനെ എടുത്ത് ഒരു 1 യൂണിറ്റ് മാസിനെ എടുത്ത് ഈ പോയിന്റ് വെച്ചാൽ ഇത് നേരെ ബിയുടെ അടുത്തേക്ക് പോകും. ഇവിടെ 1 യൂണിറ്റ് വെച്ചാലോ ഇതെടുത്ത് നേരെ ഇങ്ങോട്ട് പോകും. ഇവിടെ കൃത്യം നടുക്ക് 1 യൂണിറ്റ് വെച്ചാൽ അത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കും. അത് പക്ഷെ നിങ്ങൾ എക്സ്പ്ലിസിറ്റ്ലി എഴുതി സോൾവ് ചെയ്ത് നോക്കേണ്ടി വരും. കൃത്യം നടുക്ക് ഇവിടെ 1 യൂണിറ്റ് വെച്ചാൽ അത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കും. പക്ഷെ ഒന്ന് അങ്ങോട്ട് പോയാൽ ബിയിലേക്ക് പോകും, ഒന്ന് അങ്ങോട്ട് പോയാൽ എയിലേക്ക് പോകും. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഒരു എം മാസിനെ വിടുകയാണ്. ഇപ്പൊ നമുക്ക് വി മിൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. വി മിന്നി വിട്ടാൽ എന്ത് പറ്റും? മിനിമം വെലോസിറ്റിയിൽ പോയാൽ ഇവിടെ ഒന്ന് എത്തിക്കിട്ടിയാൽ മതി. ഇവിടെ ഒന്ന് എത്തിക്കിട്ടിയാൽ ബി തന്നെ കൊണ്ടുപോയിക്കോളും. സോ മിനിമം വെലോസിറ്റി എത്ര വേണം? മിനിമം വെലോസിറ്റി ഈ പോയിന്റ് വരെ എന്തെത്തണം? ഇതെത്തണം. ഇവിടെ എത്തി അത് റെസ്റ്റിലായിക്കോട്ടെ, പിന്നെ കൈനറ്റിക് എനർജി വേണ്ട. പക്ഷെ അവിടെ വരെ, അതായത് ഈ ഒരു ഇന്റർഫേസ് വരെ എത്താൻ എത്ര വെലോസിറ്റി വേണോ ആ വെലോസിറ്റിയാണ് മിനിമം വെലോസിറ്റി.
ആ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ആ ഇന്റർഫേസ് വരെ എത്താനുള്ള വെലോസിറ്റി നിങ്ങൾ എത്ര കൊടുക്കണോ ആ വെലോസിറ്റിയാണ് മിനിമം വെലോസിറ്റി. ഇനി നമുക്ക് ആ വെലോസിറ്റി കണ്ടുപിടിച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. സോ ആ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ നമുക്ക് വെറുതെ എന്തുപയോഗിച്ചാൽ മതി? എനർജി കൺസർവേഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പം ഇനീഷ്യലി എനർജി എന്തായിരിക്കും? ഈ ഇനീഷ്യൽ എന്തായിരിക്കും? ഈ ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ ജി ക്യാപിറ്റൽ എം സ്മോൾ എം ബൈ ആർ. ഇത് എന്തിന്റെ കോൺട്രിബ്യൂഷനാ? ഇത് എയുടെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും. ബിയിൽ നിന്ന് എത്ര ദൂരെയാ ഇനീഷ്യലി തുടങ്ങുമ്പോൾ ഉള്ളത്? 3r ദൂരെയാ സെന്ററിൽ നിന്ന്. അപ്പോൾ ജി ക്യാപിറ്റൽ എം സ്മോൾ എം ബൈ 3r പ്ലസ് ഹാഫ് എം. ഇനീഷ്യലി ഒരു വെലോസിറ്റി ഉണ്ട് വിച്ച് ഇസ് വി മിൻ. പക്ഷെ ഫൈനലി എന്താ? ഫൈനലി ഇവിടെ വന്നിരിക്കും. ഫൈനലി ഇത് 2r ആണ്, ഇതും 2r ആണ്. സോ ഫൈനലി വെലോസിറ്റി ഇല്ല, അതായത് കൈനറ്റിക് എനർജി ഇല്ല, പൊട്ടൻഷ്യൽ മാത്രമേ ഉള്ളൂ. സോ ജി എം എം ബൈ 2r ആണ്. രണ്ടും കൊടുക്കുക. സോ ജി എം എം ബൈ 2r പ്ലസ് ജി എം എം ബൈ 2r. ഇനി എനർജി കൺസർവേഷൻ വെച്ച് നമുക്ക് ഇതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിനെ ഞാൻ 3gmm പ്ലസ് gmm ബൈ 3r പ്ലസ് ഹാഫ് എം വി മിൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു gmm ബൈ ആർ എന്ന് കിട്ടും. സോ ഞാൻ അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ സ്മോൾ എം എല്ലായിടത്തുണ്ട്. സ്മോൾ എമ്മിനെ ഞാൻ ക്യാൻസൽ ചെയ്ത് കളയാം. സോ ദിസ് വിൽ ബി 4gm by 3r plus half v min square is gm by capital R. ഇങ്ങനെ വരും അല്ലേ? സോ ഇതെന്ന് പറഞ്ഞാൽ നമ്മള് ഒരു സൈൻ ഇട്ടപ്പോ തെറ്റിപ്പോയല്ലോ. അതായത് ഇത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അല്ലേ? സോ ഇതെല്ലാം നെഗറ്റീവ് ആയിരിക്കണ്ടേ? ഇതും ഒരു നെഗറ്റീവ് ആയിരിക്കും, ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആയിരിക്കും, ഇത് നെഗറ്റീവ്. സോ ഹാഫ് വി മിൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4gm ബൈ 3r മൈനസ് gm ബൈ r എന്ന് വരും. അതെന്തായി? gm ബൈ 3r ആയി. അതായത് വി മിൻ എന്തായി? 2gm by 3r അണ്ടർ റൂട്ട്. അപ്പൊ നമ്മൾ മിനിമം വെലോസിറ്റി കണ്ടുപിടിച്ചു. സോ ഇതായിരിക്കും മിനിമം വെലോസിറ്റി. ഇതായിരിക്കും എന്ത്? മിനിമം വെലോസിറ്റി കിട്ടുക. സോ മിനിമം വെലോസിറ്റി കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ വിടുന്നത് എത്രയിലാണ്? ആദ്യം തന്നെ ഇവിടുന്ന് വിടുന്നത് 2v മിന്നിലാണ് വിടുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം ഫോഴ്സ് എഴുതാം. ഒരു ആർബിട്രറി പോയിന്റ് എക്സിൽ കൊണ്ടുവച്ച് നമുക്ക് ഫോഴ്സ് എഴുതി നോക്കാം. സോ ഒരു ആർബിട്രറി പോയിന്റ് എക്സിൽ കൊണ്ടുവച്ച് നമുക്ക് ഫോഴ്സ് എഴുതാം. സോ ഇത് എക്സ് ആണെങ്കിൽ മറ്റേ സ്പിയർ, ഒരു സ്പിയർ കൂടെ ഉണ്ടല്ലോ നമ്മുടെ പിക്ചറിൽ, ഒരു സ്പിയർ കൂടെ ഉണ്ട്. ഈ സ്പിയറിൽ നിന്നുള്ള ദൂരം എത്രയായിരിക്കും? ഈ സ്പിയറിൽ നിന്നുള്ള ദൂരം, ഈ മൊത്തം ദൂരം 4r ആണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ദൂരം എന്തായിരിക്കും? 4r മൈനസ് എക്സ് ആയിരിക്കും. ഈ ദൂരം 4r മൈനസ് എക്സ് ആയിരിക്കും. ഇതുപോലെ നമുക്ക് ഫോഴ്സ് എഴുതാൻ. സോ എഫ് ഇസ് ഈക്വൽ ടു gm ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. എ കാരണമുള്ള ഫോഴ്സ് എഴുതുകയാണ്. അപ്പൊ നമുക്കൊരു സൈൻ കൺവെൻഷൻ ഫിക്സ് ചെയ്യണം. നമുക്ക് റൈറ്റിലോട്ട് പോസിറ്റീവ് എന്നും ലെഫ്റ്റിലോട്ട് നെഗറ്റീവ് എന്നും എടുക്കാം. ഇനി എയിലുള്ള ഫോഴ്സ് ലെഫ്റ്റിലോട്ടായിരിക്കും ആക്ട് ചെയ്യാൻ പോകുന്നത്, ബിയിലുള്ള ഫോഴ്സ് റൈറ്റിലോട്ടായിരിക്കും ആക്ട് ചെയ്യാൻ പോകുന്നത്. സോ എയിലുള്ള ഫോഴ്സ് ലെഫ്റ്റിലോട്ടാണ്, ഇത് നെഗറ്റീവായി. ബിയിലുള്ള ഫോഴ്സ് റൈറ്റിലോട്ടാണ്, gmm ഡിവൈഡഡ് ബൈ 4r മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ഗുഡ്. ഇനി ആക്സലറേഷൻ വേണം. നമുക്ക് വെലോസിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണം അറ്റ് ദ എൻഡ്. സോ ആക്സലറേഷൻ വേണം, വിച്ച് ഇസ് എഫ് ബൈ എം, വിച്ച് ഇസ് മൈനസ് gm ബൈ എക്സ് സ്ക്വയർ പ്ലസ് gm ഡിവൈഡഡ് ബൈ 4r മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഇനി ആക്സലറേഷൻ വന്നു, നമുക്ക് വെലോസിറ്റി ആയിട്ട്
കണക്ട് ചെയ്യണം. പക്ഷെ അപ്പോൾ എനിക്ക് അറിയാവുന്ന ഫോർമുല A = dv/dt ആണ്. പക്ഷെ നിങ്ങൾ നോക്കിയാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ എവിടെയും ടൈം ഇല്ല, എല്ലാം എക്സിന്റെ ടേംസിലാണ്. നമുക്ക് അപ്പോൾ എക്സിലോട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ഉപയോഗിക്കും? ചെയിൻ റൂൾ ഉപയോഗിക്കും. സോ ഞാൻ ഒരു dx ഇവിടെ ഇൻക്ലൂഡ് ചെയ്യും, ഇവിടെ ഒരു dx ഇൻക്ലൂഡ് ചെയ്യും. സോ dx/dt എനിക്കറിയാം ഇതെന്താ? വെലോസിറ്റിയാണ്. സോ v dv/dx എന്ന് പറഞ്ഞാൽ എന്ത് വരും എനിക്ക്? -gm/x² പ്ലസ് gm/, ഞാൻ എല്ലാത്തിനെ x-4r എന്ന് എഴുതിക്കോട്ടെ, കുഴപ്പമില്ല. ഒരു നെഗറ്റീവ് കോമൺ എടുത്ത് എഴുതുന്ന പോലെ ഉള്ളൂ. കാരണം എല്ലാം എക്സ് പോസിറ്റീവ് വരുന്ന രീതിയിൽ ചെയ്യുമ്പോൾ പിന്നെ ഇന്റഗ്രേഷനിൽ ഒരുപാട് സൈൻ നോക്കേണ്ട ആവശ്യമില്ല. സോ v dv എന്തായി? -gm/x² പ്ലസ് gm/x-4² dx ആയി. നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി രണ്ട് സൈഡും അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്യുക. രണ്ട് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി എനിക്ക്? v²/2 = gm/x മൈനസ് gm/x-4r. രണ്ടും ചെയ്തത് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. സോ ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആഡ് ചെയ്യണം, പ്ലസ് c എന്ന് കിട്ടി. ഇനി കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? ഇനീഷ്യൽ കണ്ടീഷൻ വേണം. ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടോ? ഉണ്ട്. നമ്മൾ ഇനീഷ്യലി എങ്ങനെ എറിഞ്ഞത്? v0 = 2v മിന്നിലല്ലേ അടുത്ത ബിയിലേക്ക് എറിഞ്ഞത്. അപ്പം അത് ഏത് എക്സിലാണ്? നമുക്ക് എക്സിലാണ് വേണ്ടത്. സോ അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഓഫ് എക്സ്, ഈ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? ക്യാപിറ്റൽ ആർ. സോ ഈ ഇനീഷ്യൽ കണ്ടീഷൻ ഉപയോഗിക്കാം. സോ x = r-ല് v = 2v min. ഇതങ്ങോട്ട് ഇട്ട് കൊടുത്തേ. അപ്പൊ എന്ത് പറ്റും? 2v min² = gm/r മൈനസ് gm/r-4r പ്ലസ് c എന്ന് കിട്ടും. ഇനി ഇതെന്ന് പറഞ്ഞാൽ 4/2 ഒരു 2 വരും, പിന്നെ ഒരു v min² വരും. v min എന്താണ്? v min² എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻ ഇതെന്താണ്? 2gm/3r ആണ്. v min² 2gm/3r ആണ്. അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2gm/3r ആണ്. It is equal to gm/r, r-4r -3r വരും. സോ ഇത് gm/3r പ്ലസ് c എന്ന് കിട്ടും. ഞാൻ LCM എടുക്കും. ഇവിടെ ഒരു 3 വെച്ച് മൾട്ടിപ്ലൈ, ഇവിടെ ഒരു 3 വെച്ച് മൾട്ടിപ്ലൈ. സോ ദിസ് വിൽ ഗിവ് മീ 4gm/3r is equal to 4gm/3r plus c. So 4gm/3r ക്യാൻസൽ ആയിപ്പോയി. c എന്തെന്ന് കിട്ടി എനിക്ക്? 0 എന്ന് കിട്ടി. c എന്താണ്? 0. അപ്പൊ c 0 ആയാൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമ്മൾ എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഈ c എന്തായി? ഇത് 0 ആയി. സോ നമുക്ക് ഇനിയും വെലോസിറ്റിയുടെ ഫൈനൽ എക്സ്പ്രഷൻ അപ്പോൾ എന്ത് വരും? v²/2 എന്ന് പറഞ്ഞാൽ ഞാൻ gm-നെ പുറത്തെടുക്കുകയാണ്. 1/x മൈനസ് 1/x-4r എന്ന് വരും. ഇതെന്തായി? gm ടൈംസ് x-4r മൈനസ് x/x ടൈംസ് x-4r എന്ന് വന്നു. സോ ഇതെന്തായി? -4gmr ഡിവൈഡഡ് ബൈ x ടൈംസ് x-4r എന്ന് വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നെഗറ്റീവിനെ ഞാൻ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോകും. v² എന്ന് പറഞ്ഞപ്പം 8gmr ഡിവൈഡഡ് ബൈ x ടൈംസ് 4r മൈനസ് x എന്ന് വരും. ഇനി ഞാൻ എൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണ്. സോ സ്ക്വയർ റൂട്ട് എടുക്കുമ്പം v എന്താവും? 4ന്റെ റൂട്ട് 2 പിന്നെ ഒരു സ്ക്വയർ റൂട്ട് ഓഫ് 2gmr വരും ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് വരും, റൂട്ട് ഓഫ് 4r മൈനസ് x വരും. സോ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 2√2gmr ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് റൂട്ട് 4r മൈനസ് x. ഓപ്ഷൻ എ ദ കറക്റ്റ് ആൻസർ. കുറച്ച് ലോങ് കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ആ മിനിമം വെലോസിറ്റി കണ്ടുപിടിച്ച് പിന്നെ ഫോഴ്സ് ചെയ്ത് കുറച്ച് ലോങ് കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ പേപ്പർ നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റൻ ഉണ്ട്. അപ്പോൾ 1-2 കുറച്ചൊന്ന് ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വരാം. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾ എല്ലാവരും ഇത് സ്വയം ഒന്ന് എഴുതി നോക്കുക, കുറച്ച് ലോങ് കാൽക്കുലേഷൻ ആയതുകൊണ്ട് തന്നെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആറ്റംസി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Bohr model of an atom where electron of charge -e revolves around a nucleus of charge +e in an orbit of radius r. The electron has an orbital angular momentum 2h bar. Okay. If the nucleus had charge plus 2e, what would be the radius of orbit of the electron with the same principal quantum number? നമുക്ക് റേഡിയസ് അറിയാം,
nth ഓർബിറ്റിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 0.53 n²/z ആങ്സ്ട്രം ആണെന്ന് അറിയാം. ഇതറിയാത്തവർ പഠിച്ചു വെക്കണം. ഒരു വലിയ എക്സ്പ്രഷൻ കാണും, കുറേ ഫിസിക്കൽ കോൺസ്റ്റൻസ് ഉള്ള, അത് വേണ്ട. നിങ്ങൾ ഈ എക്സ്പ്രഷൻ ഒന്ന് കാണാൻ പഠിച്ചു വെച്ചാൽ മതി. ഇനി നമുക്ക് കേസ് 1 എടുക്കാം. കേസ് 1 എന്താ പറയുന്നത്? ന്യൂക്ലിയസ് ഓഫ് ചാർജ് പ്ലസ് ഇ എന്ന് പറഞ്ഞാൽ ഇസഡ് എന്ന് പറഞ്ഞാൽ 1 ആയി. അപ്പോഴാണ് ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ ഉള്ളതുകൊണ്ടാണ് പ്ലസ് ഇ, ഇസഡ് ഈക്വൽസ് 1 ആയി. ഇനി എന്നൂടെ വേണം. എൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം 2h എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റംnh ആണ്. ബോറിന്റെ പോസ്റ്റുലേറ്റ് അനുസരിച്ച്nh ആണ്. അതിവിടെ 2h എന്ന് തന്നാൽ n എന്തായി? 2 ആയി. സോ Rn എന്ന് പറഞ്ഞാൽ 0.53 നമുക്ക് a0 എന്ന് എഴുതാം. a0 ടൈംസ് ബോർ റേഡിയസ് a0 എന്നാണ് എല്ലാവരും എഴുതുന്നത്. n എന്ന് പറഞ്ഞാൽ 4 ആണ്. n എന്ന് പറഞ്ഞാൽ 2 ആണ്. 2² 4 ആയി. z 1 ആയി. സോ 4 a0 എന്ന് വരും. n എന്ന് പറഞ്ഞാൽ 2 ആണ്. R2 എന്ന് പറഞ്ഞാൽ 4 a0 എന്ന് വന്നു. ഇനി കേസ് 2 എന്താ സംഭവിക്കുന്നത്? കേസ് 2 എന്താ സംഭവിക്കുന്നത്? കേസ് 2 the nucleus had charge plus 2e. കേസ് 2 z പ്രൈം എന്ന് പറഞ്ഞാൽ 2 ആവുക. കാരണം 2 പ്രോട്ടോൺ ഇപ്പം ന്യൂക്ലിയസിലുണ്ട്. വാട്ട് വുഡ് ബി ദ റേഡിയസ് ഓഫ് ഓർബിറ്റൽ വിത്ത് സെയിം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ? സോ n ചേഞ്ച് ചെയ്യുന്നില്ല, 2 ആയിട്ട് തന്നെ ഇരിക്കുന്നു. സോ R2 എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് വരും? R2 പ്രൈം അപ്പൊ എന്ത് വരും? a0 ടൈംസ് n² എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ z എന്ന് പറഞ്ഞാൽ 2, വിച്ച് ഇസ് 2a0. ഇനി 2a0 നമുക്ക് ഈ R2 കണക്ട് ചെയ്യണം. 2a0 എന്ന് പറഞ്ഞാൽ എന്താണ്? R2 എന്ന് പറഞ്ഞാൽ 4a0. ഇത് 4a0/2 അല്ലേ? ഇത് R2/2. അല്ലെങ്കിൽ R പ്രൈം എന്താണ്? R/2 ആണെന്ന് കിട്ടി. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. ബോർ റേഡിയസ് ഓഫ് ബോർ മോഡൽ അനുസരിച്ച് ആറ്റത്തിന്റെ ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ അതിന്റെ റേഡിയസ് അറിയാവുന്ന എല്ലാവർക്കും, ചുമ്മാ ഈ എക്സ്പ്രഷൻ അറിയാവുന്ന എല്ലാവർക്കും വെറുതെ ഇട്ട് കൊടുത്താൽ കിട്ടുന്ന ഉത്തരവേ ഉണ്ടായിരുന്നുള്ളൂ. ഓപ്ഷൻ എ R/2 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് മൂവ് ചെയ്യാം. സോ ക്വസ്റ്റൻ നമ്പർ 14. A quantity has been measured to a value of 0.00230 in some units. How many significant figures does the measured value have? ഈസി ക്വസ്റ്റ്യൻ നോക്കി ഉത്തരം എഴുതുക. നമുക്കറിയാം ഈ നമ്പർ ലെസ് ദാൻ 1 ആണ്. സോ ഈ പ്രിസീഡിങ് സീറോസ് ഒന്നും, ഇതെല്ലാം ലെസ് ദാൻ 1 ആയതാണ്. ഈ പ്രിസീഡിങ് സീറോസ് ഒന്നും സിഗ്നിഫിക്കന്റ് അല്ല. നോൺ സീറോ ഡിജിറ്റ് രണ്ടും സിഗ്നിഫിക്കന്റ് ആണ്. ട്രെയിലിംഗ് സീറോയും സിഗ്നിഫിക്കന്റ് ആണ്. സോ എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്? മൊത്തം 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഉണ്ട്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോയാലോ? ഫൈനൽ ക്വസ്റ്റൻ ഓഫ് ദിസ് പേപ്പറിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ക്വസ്റ്റൻ 15. Consider a Carnot heat engine operating between a heat reservoir at temperature 600 Kelvin. So നമുക്ക് ഇവിടെ ഒരു ഹീറ്റ് റിസർവോയർ ഉണ്ട്. എത്ര കെൽവിനിലാണ്? 600 കെൽവിനിൽ. അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാർനോട്ട് എഞ്ചിൻ ആണ്. സോ കാർനോട്ട് എഞ്ചിൻ ഇവിടെ ഉണ്ട്. നമുക്ക് കാർനോട്ട് എഞ്ചിൻ ഉണ്ട്. ഇവിടുന്ന് അത് ഒരു ഹീറ്റ് ഡ്രോ ചെയ്യും. ഹീറ്റ് റിസർവോയറിൽ നിന്ന് Q1 എന്തായാലും ചെയ്യും. എന്നിട്ട് അത് വെച്ച് എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. എന്നിട്ട് ബാക്കി വരുന്ന ഹീറ്റ് ഇതെന്ത് ചെയ്യും? സോ കംപ്ലീറ്റ്ലി വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സമ്മതിക്കില്ല. സോ ഒരു Q2 പുറത്തേക്ക് പോകും. അതെങ്ങോട്ട് പോകും? എക്സ്റ്റേണലിലേക്ക് പോകും. എക്സ്റ്റേണൽ എത്ര കെൽവിനിലാണ്? 300 കെൽവിൻ. ഓക്കെ. If in one cycle 1000 kilojoule of heat is extracted from the heat reservoir. So Q1 കിട്ടി 1000 kilojoule. എല്ലാം ഒരു സൈക്കിളിലാണ് നമ്മൾ എഴുതുന്നത്. Q1 കിട്ടി നമുക്ക് വർക്ക് കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എഫിഷ്യൻസി എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. eta is 1 - T2/T1. eta is 1 - T2/T1. മറന്നുപോയവർ പഠിക്കുക. ഞാൻ ഫുൾ ആയിട്ട് എഴുതി തരാം. എഫിഷ്യൻസി ഇക്വേഷൻ. എഫിഷ്യൻസി eta എന്ന് പറഞ്ഞാൽ W/Q1 ആണ്. which is 1 - T2/T1 for an ideal Carnot engine. ഒരു ഐഡിയൽ കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളിത് പഠിച്ചു വെക്കുക. സോ ഇവിടെ നമുക്ക് T2 എന്ന് പറഞ്ഞാൽ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. T2 300 ആണ്. T1 600 ആണ്. ഞാൻ ആ പടത്തിലും വരച്ചിട്ടുണ്ട്. സോ ഈറ്റ എന്തായി? 1/2 ആയി. സോ W/Q1 1/2 ആയി. അല്ലെങ്കിൽ W എന്തായി? Q1/2 ആയി. സോ Q1 നമുക്ക് എത്ര തന്നേക്കുന്ന? 1000 കിലോജൂൾ ആണ്. സോ W എത്രയാവും? 500 കിലോജൂൾ ആയി. അപ്പൊ നമുക്ക് കിട്ടി. അപ്പൊ Q2 പുറത്തേക്ക് പോകുന്ന ഹീറ്റ്
500 കിലോ ജൂളായി. കാരണം അത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് 500 കിലോ ജൂൾ അത് വർക്കായിട്ട് കൺവേർട്ട് ചെയ്തെങ്കിൽ ബാക്കി പുറത്തേക്ക് എക്സ്റ്റേണലി പോവാണ്. വെരി ഗുഡ്. ഇനി എന്താ സംഭവിക്കുന്ന ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നത് നമുക്ക് ഓരോ പീസസ് ക്വസ്റ്റ്യനെ ചെറിയ ചെറിയ പീസായിട്ട് ഡിവൈഡ് ചെയ്യുക, ഓരോ പീസും സോൾവ് ചെയ്യുക, അടുത്ത പീസിലേക്ക് പോകും. 1000 കിലോ ജൂളായി. ഓക്കെ. ആൻഡ് ദ അസോസിയേറ്റഡ് വർക്ക് ഇസ് ഇൻപുട്ട് ടു എ റിവേഴ്സിബിൾ റെഫ്രിജറേറ്റർ. ഈ വർക്ക് എങ്ങോട്ടേക്ക് പോയി? ഒരു റെഫ്രിജറേറ്ററിലേക്ക് പോയി. നമ്മൾ ഈ ക്വസ്റ്റ്യൻ മൊത്തം കൂടെ വായിച്ചാൽ ചിലപ്പോൾ ടെൻഷൻ ആയി പോകും. അതായത് ഹീറ്റ് എഞ്ചിൻ ഉണ്ട്, റെഫ്രിജറേറ്റർ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുക. റെഫ്രിജറേറ്റർ ദാറ്റ് ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ 200 Kelvin. So 200 Kelvin and 300 Kelvinലാണ്. സോ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഒരു ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് എടുത്ത് ഹയർ ടെമ്പറേച്ചറിലേക്ക് പോകുന്നു. സോ അതായത് ലോവർ ടെമ്പറേച്ചർ, അതായത് ഇവിടെ നമ്മുടെ 200 കെൽവിനിൽ നിന്ന് ഇതൊരു ഹീറ്റ് Q3 ഡ്രോ ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊടുക്കും. ഒരു ഹീറ്റ് Q4 അങ്ങോട്ടേക്ക് കൊടുക്കും. അതിനുവേണ്ടിയാണ് ഈ വർക്ക് ഉപയോഗിക്കുക. നമുക്കറിയാലോ, the refrigerator completes one cycle and releases heat into atmosphere. How much heat is released into the atmosphere at the end of one cycle of the combined system? So combined systemത്തിന്റെ ഹീറ്റ് ആണ്. കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് എഞ്ചിൻ പ്ലസ് റെഫ്രിജറേറ്റർ. നമ്മൾ നോക്കി ഹീറ്റ് എഞ്ചിൻ പുറത്തേക്ക് വിടുന്നത് 500 കിലോ ജൂൾ ആണെന്ന് നമുക്ക് കണ്ടുപിടിച്ചു. ഹീറ്റ് എഞ്ചിൻ പുറത്തേക്ക് വിടുന്നത് 500 കിലോ ജൂൾ ആണ്. ഇനി റെഫ്രിജറേറ്റർ എത്ര പുറത്ത് വിടുമെന്നൂടെ നമുക്ക് കണ്ടുപിടിക്കണം. റെഫ്രിജറേറ്റർ എത്ര ഹീറ്റ് പുറത്തേക്ക് വിടുമെന്നൂടെ കണ്ടുപിടിച്ചാൽ ജസ്റ്റ് നമുക്ക് ആഡ് ചെയ്താൽ ഉത്തരം കിട്ടി. ഇപ്പോൾ റെഫ്രിജറേറ്റർ പുറത്ത് വിടുന്ന ഹീറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് ദ റെഫ്രിജറേറ്റർ ഉപയോഗിക്കാം. സോ ഇങ്ങോട്ടൊരു W വന്നു. ഇനി കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്താണ്? കോഎഫിഷ്യന്റ് റെഫ്രിജറേറ്റർ എന്താ ചെയ്യേണ്ടത്? Q3 ഹീറ്റ് വലിച്ച് പുറത്തേക്ക് കളയണം. അപ്പം Q3 ഹീറ്റ് ഒരുപാട് ഹീറ്റ് വലിച്ച് പുറത്തേക്ക് കളഞ്ഞാൽ കൂടുതൽ പെർഫോമൻസ് ഉണ്ട്. ഇനി ഇൻപുട്ട് എന്താണ്? വർക്കാണ്. സോ W. സോ ഇതാണ് എന്ത്? നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. ഇനി W-നെ എനിക്ക് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉപയോഗിച്ച് എന്ത് എഴുതാം? ഇതിനെ എനിക്ക് Q4 മൈനസ് Q3 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇത് ഒരു ഐഡിയൽ കാർനോട്ട് എഞ്ചിൻ എന്തായിരിക്കും? T3 ഡിവൈഡഡ് ബൈ T4 Qനെ T എന്ന് റീപ്ലേസ് ചെയ്യുക, T4 മൈനസ് T3 ആയിരിക്കും. എന്തിന്? ഒരു ഐഡിയൽ കാർനോട്ട് എഞ്ചിന്. ഇതാണ് എന്ത്? കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. ഇനി നമുക്ക് ഈ റെഫ്രിജറേറ്ററിന്റെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഒന്ന് കണ്ടുപിടിക്കാം. ഈ റെഫ്രിജറേറ്ററിന്റെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ T3 എത്രയാ? T3 എന്ന് പറഞ്ഞാൽ 200, T4 300 minus 200 which is 2/1 which is 2. So COP നമുക്ക് കിട്ടി 2 ആണ്. അപ്പൊ Q3/W എന്താണ്? 2 ആണ്. അപ്പൊ Q3 എന്താണ്? 2W ആണ്. സോ 2W ആണെങ്കിൽ നമുക്ക് എത്ര ഹീറ്റ് ആണ് വന്നത്? W 500. സോ Q3 എന്ന് പറഞ്ഞാൽ 2 times 500 ആയിരിക്കും. സോ 1000 കിലോ ജൂൾസ്. 1000 കിലോ ജൂൾസ് ആണ് വന്നത്. സോ Q3 എത്ര വന്നു? 1000 കിലോ ജൂൾസ് വന്നു. വർക്ക് എത്ര വന്നു? 500 കിലോ ജൂൾസ് വന്നു. സോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഇതൊന്നും നമുക്ക് ലൂസ് ചെയ്ത് കളയാൻ പറ്റില്ല. മൊത്തം എക്സ്റ്റേണലിലേക്ക് പോകും. സോ 1500 കിലോ ജൂൾസ് എക്സ്റ്റേണലിലേക്ക് പോകും. സോ ടോട്ടൽ എത്ര? ടോട്ടൽ കമ്പൈൻഡ് സിസ്റ്റം എത്രയാണ് പുറത്തേക്ക് വിട്ടത്? റെഫ്രിജറേറ്റർ 1500 വിട്ടു, ഹീറ്റ് എഞ്ചിൻ 500 വിട്ടു. സോ ടോട്ടൽ എത്രയാ പോയത്? 1500 പ്ലസ് 500 2000 ജൂൾസ് ആണ് എക്സ്റ്റേണലിലേക്ക് ലോസ് ആയത് ഇൻ വൺ സൈക്കിൾ. സോ ഓപ്ഷൻ എ ആണ് ഉത്തരം. നിങ്ങൾ നോക്കുക, ജസ്റ്റ് എഫിഷ്യൻസിയുടെയും കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസിന്റെയും ഐഡിയ അറിയാവുന്നവർക്ക് ചെയ്യാം. ദയവ് ചെയ്ത് ഹീറ്റ് എഞ്ചിനും റെഫ്രിജറേറ്ററും ഒരുമിച്ച് വന്നല്ലോ എന്ന് പറഞ്ഞ് പേടിക്കരുത്. ജസ്റ്റ് ഇങ്ങനെ ഞാൻ ഇവിടെ വരച്ചേക്കുന്ന പോലെ ഇങ്ങനെ ഒരു ഫിഗർ വരച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റിനെ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു ഫിഗർ വരച്ചു നോക്കുക. ഇങ്ങനത്തെ ടെക്നിക്സ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. എവിടെ ഫിഗർ വരച്ച് ചെയ്യണം, എവിടെ നമ്മൾ ജസ്റ്റ് ഉത്തരം ചോദ്യം കണ്ടു തന്നെ ഉത്തരം എഴുതണം എന്നൊക്കെ ഉള്ളത് നോക്കുക. ഇന്നിപ്പം ഞാൻ ഈ സോൾവ് ചെയ്ത 15 ക്വസ്റ്റിന്റെയും PDF നിങ്ങൾക്ക് ക്രിസ്പറിന്റെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ആ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അവിടെ നിങ്ങളെ പോലെ തന്നെ പഠിക്കുന്ന കുറേ സ്റ്റുഡൻസും പഠിച്ച് ഇപ്പോൾ ഐസറിലുള്ള സ്റ്റുഡൻസും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് അവിടെ നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് അവിടെ എൻറോൾ ചെയ്യാം. നിങ്ങൾക്ക് അതിലേക്ക് വരാം. പിന്നെ നിങ്ങൾക്ക് ഇനിയും
നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് കുറേ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കാണും, നിങ്ങൾക്ക് എത്ര അറിയാം, നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ഉദ്ദേശം എത്ര മാർക്ക് കിട്ടും. ഇപ്പോൾ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിരുന്നു, അപ്പം കുറച്ച് മാർക്ക് കുറയും. അതേസമയം 2023 ഈസി ആയിരുന്നു. അപ്പം എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ മാറുന്നുണ്ട്, ഡിഫിക്കൽറ്റി മാറുന്നുണ്ട്, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഒരുപാട് പേടിച്ച് അല്ലെങ്കിൽ കുറച്ച് അണ്ടർ പെർഫോം ചെയ്യുന്നു എന്ന് സ്വയം തോന്നുന്ന കുട്ടികൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ക്രിസ്പറിൻ്റെ ക്രാഷ് കോഴ്സ് വരുന്നുണ്ട്. ആ ക്രാഷ് കോഴ്സിലേക്ക്, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനുള്ള ക്രാഷ് കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുക. ഇനി നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ, നിങ്ങൾക്ക് ഒരു ഇതിൽ 15 ക്വസ്റ്റ്യനിൽ ഒരു 10 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ജസ്റ്റ് പുഷ് ചെയ്ത് ടോപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. അതിനും ഒരു 2 മന്ത് ക്രാഷ് കോഴ്സിലേക്ക് നിങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകളിലൂടെയും നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലൂടെയും നമ്മൾ തിയറിയിലൂടെ പോകും. അപ്പോൾ അതിലൂടെ ഒക്കെ നിങ്ങൾ ബെറ്റർ ആയി വന്ന് നിങ്ങൾക്ക് ഒരു ടോപ്പ് റാങ്കിലേക്ക് വരാം. കുറച്ച് ലോ പെർഫോമിംഗ് ആയിട്ട് ചെയ്യുന്ന സ്റ്റുഡൻസും നിങ്ങളും വരിക. നമ്മൾ ഓരോ ചാപ്റ്ററും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തും ഓരോ ചാപ്റ്ററിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും തറവാക്കി ഓരോ ആഴ്ചയും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ മോക്ക് ടെസ്റ്റുകൾ എഴുതി നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അവിടെയും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ കാണും, നിങ്ങളെ അവിടെയും കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോയി ഈ തിയറിയൊക്കെ ഓരോ ചാപ്റ്ററും വരുമ്പോഴത്തേക്കും ഗ്രേറ്റ് ഡീറ്റെയിലിൽ നമുക്ക് പറയാൻ പറ്റും. സോ നിങ്ങളെയൊക്കെ അവിടെയും കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എക്സാമിന് കുറച്ച് നാളുകൂടെ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ചെയ്യുക, എല്ലാ ചാപ്റ്ററിലൂടെയും പോകുക, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് നോക്കുക, നന്നായി പഠിക്കുക. എല്ലാവരും നാളത്തെ സയൻറ്റിസ്റ്റ് ആവട്ടെ. എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്.